പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ ആരാധനയ്ക്ക് ശേഷം കർത്താവെ മീറ്റിംഗ് ആയിട്ട് ദിവസത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടുവാൻ കർത്താവെ നീ അവിടെ ഒരുക്കിയ അവസരത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കഴിഞ്ഞ ദിനങ്ങളൊക്കെ നീ അവിടുന്ന് ഞങ്ങളെ കാത്തു പരിപാലിച്ചു, ആവർത്തനം വിടിവിച്ചു. ഞങ്ങളെല്ലാവരെയും കർത്താവ് സൂക്ഷിച്ച എല്ലാ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പ്രത്യേക ദേവദാസ കുടുംബത്തിനും കർത്താവെ സ്തോത്രം നല്ലൊരു ഫെയർവെൽ മീറ്റിംഗ് ആയിട്ട് കർത്താവെ സ്തോത്രം നല്ലൊരു കൂടി വരുവാൻ കൃപ ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 3 വർഷക്കാലം കർത്താവെ സ്തോത്ര സഭയിൽ കർത്താവെ ദൈവ പ്രകാരം ശുശ്രൂഷ ചെയ്യുവാനൊക്കെ ദൈവം സഹായിച്ച കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഹാലയിലെ കുടുംബമായിട്ട് അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം നാട്ടിലെ പൈതങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം ദേവദാസന്റെ ശുശ്രൂഷകൾ ഞങ്ങൾക്ക് ഈ 3 വർഷക്കാലം അനുഗ്രഹമായി തീരുവാൻ തക്കോണം കർത്താവ് കൃപ ചെയ്തതിനായി സ്തോത്രം. ദാസിനെ കരങ്ങളെടുത്ത് ഉപയോഗിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ ഹാലയിയ കർത്താവെ ഇനിയും കർത്താവെ ദാസൻ കടന്നിരുന്ന സ്ഥാനങ്ങളിൽ കർത്താവെ സ്തോത്രം മേൽക്കുമേൽ ഹല്ലേലൂയ ദൈവ പ്രകാരം അനുഗ്രഹത്തോടെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ കർത്താവ് ദാസനെ കരങ്ങളെടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ ദാസന്റെ യാത്രകൾക്കെയും കൂടെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്ഷമത്തോടെ കർത്താവെ സ്തോത്രം ഹല്ലേലൂയ അവൻ ചെല്ലുവോളം കർത്താവിന്റെ കൃപയിൽ പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടേക്ക് പകരം മടങ്ങി വരുന്ന ബിജുപാഷ്ട്രെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. തക്ക സമയത്ത് കടന്നു വരുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം കുട്ടികളെ ഓരോരുത്തരെയും കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവം പരിപാലിക്കുന്ന എല്ലാ വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യും. കർത്താവെ എല്ലാം അനുഗ്രഹമായി തീരുവാൻ, ദൈവനാമ മഹത്വമായി തീരുവാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിയന്ത്രിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ അപേക്ഷിച്ച് കേൾക്കണം. ദൈവത്തിൻ്റെ അതിവിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ യോഗം ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സഭാ സെക്രട്ടറി ബ്രദർ ഫിലിപ്പ് ജോൺ, വിശിഷ്ടായിരിക്കുന്ന കൂട്ടുസൗരങ്ങളെല്ലാവർക്കും, വിശേഷാൽ പ്രീതിവാസന കുടുംബത്തിനും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ മെയിൻ മീറ്റിംഗ് ആയിട്ട് നമ്മൾ കൂടി വരുന്നൊക്കെ നമ്മുടെ തീർന്നത് വിശേഷാൽ നമ്മുടെ ദൈവാസൻ്റെ ഫെയർവെൽ മീറ്റിങ്ങിനോടനുബന്ധിച്ചാണ് നാം കടന്നു വന്നിരിക്കുന്നത്. അതിൽ നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളൊരു ഉത്തരവാദിത്തമാണ് എന്നിൽ പരമേശ്വരിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ നാം കാണുന്ന പുസ്തക പ്രവൃത്തിയിൽ നാം കാണുന്ന പ്രകാരം
തൻ്റെ ശുശ്രൂഷ കഴിഞ്ഞ് പൗലോസ് പോകുന്ന സമയത്ത് കപ്പലോളം ചെന്ന് യാത്ര ചെയ്യുവാൻ യാത്ര ചെയ്യിപ്പാൻ സഭയിലെ വിശ്വാസികളെ പ്രകോപിപ്പിക്കാനിടയായിത്തീർന്നു എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് കപ്പലോളം അല്ലെങ്കിലും നമ്മുടെ സഭ കുടിവരവിൽ ഒരുമിച്ച് കൂടി വന്ന് പ്രിയ ദൈവാസന് നല്ലൊരു യാത്രയപ്പ് നൽകുമെന്നൊക്കണം. ഇങ്ങനെ ഒരു കുരിശിതമായ സാഹചര്യത്തിൽ ദൈവം ഒരുക്കിയ അവസരത്തിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ മീറ്റിങ്ങിൽ നമ്മുടെ അധ്യക്ഷനായിരിക്കുന്ന പ്രിയ സഭാ സെക്രട്ടറി ഫിലിപ്പ് ജോൺ അവർക്ക് ഞാൻ ഈ തരുണത്തിൽ സ്വാഗതം അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ സഭയുടെ ഇന്നത്തെ വിശിഷ്ടാതിയായിരിക്കുന്ന പ്രിയ ദേവാസൻ വി ടി ജോയ്, അതേപോലെ പ്രിയ പാസാൻഡി സി മാത്യു അവർക്കും ഈ യോഗത്തിലേക്ക് കൃത്യമായി സഭാ കമ്മിറ്റിയുടെ പേരിലും എൻ്റെ പേരിലും ഞാൻ സ്വാഗതം അർപ്പിക്കുന്നു. അതേപോലെ ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ സ്വാഗതം അർപ്പിക്കുകയാണ്. കൂടി വന്ന എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ നന്ദിയും സ്നേഹത്തെ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാണ്. താങ്ക് യു. ദൈവനാമത്തിൽ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ മുഖ്യ അതിഥികൾ പാസ്റ്റർ വി ടി ജോയ്, ഷൈനി സിസ്റ്റർ, സഭയുടെ കമ്മിറ്റി മെമ്പേഴ്സ്, സഹോദരന്മാർ, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കർത്താവിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. നമ്മുടെ സഭ സ്ഥാപിതമായിട്ട് 30-ലധികം വർഷങ്ങളായിട്ട് ഈ ദേശത്ത് പ്രവർത്തിക്കുന്നു. ഈ 30 വർഷത്തിലധികമായി ദൈവം നമ്മുടെ സഭയെ അനുഗ്രഹത്തോടെ നടത്തുന്നു. നമുക്ക് ഈ കാലയളവിൽ 5 പാസ്റ്റർമാർ കഴിഞ്ഞ് 6ാമതായിട്ട് നിയമിതനായ എബി പാസ്റ്ററും കാലപത്തി പൂർത്തിയാക്കി നാട്ടിലേക്ക് മടങ്ങുന്ന അവസരത്തിലാണ് ആയിരിക്കുന്നത്. നമ്മളൊരു സഭയായിട്ട് നമ്മളൊരു മൈൽ സ്റ്റോൺ കയറുകയാണ്. അതുപോലെ തന്നെ ദൈവദാസന്റെ ശുശ്രൂഷയിൽ ഒരു മൈൽ സ്റ്റോൺ കയറുകയാണ്. നമുക്ക് ഇത്രയും വർഷങ്ങൾ ഓരോ പ്രാവശ്യവും നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവദാസന്മാരെ ഇവിടെ കൊണ്ടുവന്ന് അവരുടെ ശുശ്രൂഷകൾ കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു വരുമ്പോൾ സന്തോഷം. നമ്മുടെ പ്രവർത്തനങ്ങളിൽ അവരോട് കൂടെ നമുക്ക് ചേർന്ന് പ്രവർത്തിക്കാൻ കിട്ടുന്ന വിലയേറിയ അവസരങ്ങൾ, അവരിൽ കൂടെ ലഭിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജുകൾ എല്ലാം കഴിഞ്ഞ് അവർ കടന്നു പോകുമ്പോൾ യാത്രയാകുമ്പോൾ നമുക്കൊരു ചെറിയ പ്രയാസമുണ്ട്. അതുപോലെ നമ്മുടെ എബി പാസ്റ്റർ 6ാമതായിട്ട് നമുക്ക് നിയമിക്കപ്പെട്ടത് ഏപ്രിൽ 6 ഈ ദേശത്ത് വരികയും ഏപ്രിൽ 7, 2023 നമ്മുടെ സഭയുടെ ചാർജ് എടുക്കുകയും ചെയ്തു. ഒരു വർഷത്തിന് ശേഷം ഏപ്രിൽ 10 സിസ്റ്റർ ഷൈനി ഈ ദേശത്ത് വരുവാനും സഭയോട് ചേർന്ന് പ്രവർത്തിപ്പാൻ, ദൈവദാസനോട് ചേർന്ന് പ്രവർത്തിപ്പാൻ കർത്താവ് സഹായിച്ചു. ഈ 3 വർഷത്തെ കാലയളവിലും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ പ്രവർത്തിപ്പാൻ ദൈവദാസനെ കർത്താവ് ശക്തീകരിച്ചു. തൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ സഭയ്ക്കും നമ്മുടെ എല്ലാ യൂണിറ്റിനും, വൈബിക്കും, സഭയ്ക്കും, എല്ലാവരും, അതുപോലെ സൺഡേ സ്കൂളിലും വളരെ അനുഗ്രഹമായി പ്രവർത്തിപ്പാൻ ദൈവത്തിൻ്റെ ദാസന് കഴിഞ്ഞു. നമുക്ക് ഈ 3 വർഷത്തെ മെസ്സേജുകൾ, അനവധി മെസ്സേജുകൾ, നിരവധി മെസ്സേജുകൾ നമ്മൾ കേട്ടു. ആ മെസ്സേജ് എല്ലാം നമുക്ക് നിശ്ചയമായിട്ടും അനുഗ്രഹമായിരുന്നു. ക്രിസ്തുവിനെ ഉയർത്തുന്ന മെസ്സേജുകൾ, നമുക്ക് അനുതാപം വരുത്തുന്ന മെസ്സേജുകൾ, നമുക്കെല്ലാം നമുക്ക് തന്നെ ചെക്ക് ചെയ്യാൻ, നമ്മളെ തന്നെ ചെക്ക് ചെയ്യാനും കറക്റ്റ് ചെയ്യാനുള്ള ഒരുപാട് മെസ്സേജുകൾ നമുക്ക് ലഭിച്ചു. അതെല്ലാം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹപ്രദമായ സമയങ്ങളായിരുന്നു. നമുക്ക് കറക്റ്റ് ചെയ്യാൻ കിട്ടുന്നത് ഏറ്റവും നമ്മുടെ ജീവിതത്തിൽ നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിന് കാരണമായി തീർന്നു. അത് നമ്മെ സഹായിച്ചു. ദൈവത്തിൻ്റെ ദാസൻ നമ്മുടെ മധ്യത്തിൽ തന്നെ മറന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവം തന്നെ സഹായിച്ചു. നമ്മൾ തൻ്റെ സാക്ഷ്യത്തിൽ കേട്ടിട്ടുണ്ട്, തൻ്റെ ശാരീരികമായിട്ട് വളരെ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ നമ്മൾ പലരും അത് അറിഞ്ഞിട്ടില്ല. ആ ശാരീരിക ബുദ്ധിമുട്ട് കാരണം നമ്മൾക്ക് ഒന്നിനും ഒരു മുടക്കം വന്നിട്ടില്ല. ഒരു മീറ്റിംഗ് പോലും മുടങ്ങാതെ ഈ 3 വർഷവും ഏറ്റവും അനുഗ്രഹ രീതിയിൽ എല്ലാ മീറ്റിങ്ങിലും പങ്കുചേരുകയും, പ്രത്യേകിച്ചും സൺഡേ സ്കൂൾ പോലും എല്ലാ സൺഡേ സ്കൂളിലും വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കുഞ്ഞുങ്ങളോട് ഉള്ള ഇടപെടൽ വളരെ വ്യത്യസ്തമായ രീതിയിൽ ഏറ്റവും അടുത്തിടപെടുന്നത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ വൈബിക്കും സൺഡേ സ്കൂളിനുമൊക്കെ വളരെ പ്രാധാന്യം നൽകി നല്ല പ്രവൃത്തി കാഴ്ചവെച്ച ദൈവദാസൻ കടന്നു പോകുന്നതും നമ്മുടെ സഭയ്ക്ക് ഒരു കേടുവരാതെ ഈ 3 വർഷവും തൻ്റെ പ്രവർത്തനങ്ങൾ അനുഗ്രഹമായിരുന്നു. നാം അറിയുന്ന പോലെ നമ്മുടെ സഭയിൽ, നമ്മുടെ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം എല്ലാ അറ്റത്തു നിന്നും എല്ലാ സ്ഥലങ്ങളിൽ നിന്നും വന്ന് ജോയിൻ ചെയ്ത നമ്മുടെ സഹോദരന്മാരുണ്ട്. വ്യത്യസ്തമായ കൾച്ചറും വ്യത്യസ്തമായ ആഹാര രീതിയും വ്യത്യസ്തമായ
രീതികൾ എല്ലാം ഉണ്ടെങ്കിലും എല്ലാവരെയും കൂടെ ചേർത്ത് കൊണ്ടുവന്നത് എല്ലാവരെയും ഉൾക്കൊള്ളിച്ച് കൊണ്ടുപോകുന്നത് ശ്രമകരമായ ഒരു കാര്യമാണ്. അതിൽ ദൈവദാസനും ആൻറ്റിക്കും ആ കാര്യത്തിൽ വളരെ സക്സസ് ദൈവം നൽകി. ദൈവത്തിൻ്റെ കൃപ തന്നോട് കൂടെ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ സഭയെ തൻ്റെ പ്രവർത്തനത്തിൽ കൂടെ, തൻ്റെ പ്രാർത്ഥനയിൽ കൂടെ ചേർത്ത് കൊണ്ടുപോകാനും പരിപാലിക്കുവാനും ദൈവം നമ്മെ തന്നെ സഹായിച്ചു. അതുപോലെ തന്നെ നമ്മുടെ മതത്തിൽ ഏറ്റവും മാതൃകയായി ജീവിക്കുവാൻ തന്നെ കർത്താവ് ബലപ്പെടുത്തി. ക്രിസ്തുവിൻ്റെ പത്രമായി നമ്മുടെ മതത്തിൽ നിൽപ്പാൻ ദൈവം തന്നെ ശക്തീകരിച്ചു. നമുക്ക് കിട്ടിയ വചനങ്ങൾ ഒക്കെ നമുക്ക് അനുഗ്രഹമായി തീർന്നു. നമ്മുടെ വചനത്തിൽ നിന്ന് 2 വാക്യങ്ങൾ വായിക്കട്ടെ. 1 തെസ്സലോനിയർ 5:12 വായിക്കുന്ന പോലെ, സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേറെ നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണം എന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. പൗലോസിന്റെ ഈ ലേഖനത്തിൽ പറയുന്ന പോലെ നമുക്ക് മൊത്തമായിട്ട് കഴിഞ്ഞില്ലെങ്കിലും ഒരളവ് വരെ നമുക്ക് ദൈവദാസനെ കെയർ ചെയ്യുവാനും ബഹുമാനിക്കാനും ഒക്കെ ദൈവം നമ്മെ ശക്തീകരിച്ചു. ദൈവം നമ്മുടെ ദൈവദാസനെ നമ്മുടെ ഭവനത്തിൽ സ്വീകരിക്കുകയും തൻ്റെ ഉപദേശങ്ങൾ നമുക്ക് അനുഗ്രഹമായിരിക്കുകയും അത് കേട്ട് ഉൾക്കൊള്ളുന്നത് തന്നെ ഏറ്റവും മാന്യതയാണ് നമ്മൾ കാണിക്കുന്നത്. തൻ്റെ പ്രവർത്തനങ്ങൾ നിശ്ചയമായിട്ട് നമുക്ക് അനുഗ്രഹമായി തീർന്നു. തുടർന്നുള്ള നാളുകളിലും ദൈവത്തിൻ്റെ ദാസന്റെ പ്രവർത്തനങ്ങൾ പോകുന്ന സ്ഥലത്ത്, പ്രത്യേകിച്ചും സെൻട്രൽ ട്രാവൻകൂർ വിട്ട് മലബാർ ഏരിയയിലേക്ക് പോകുമ്പോൾ അവിടെ നോർത്ത് ഇന്ത്യ പോലെ ഒരു സ്ഥലമാണ് എന്ന് നമ്മൾ പറഞ്ഞു കേൾക്കുന്നു. ദൈവദാസൻ അവിടെ പോകുമ്പോൾ ദൈവത്തിൻ്റെ അധികമായ കൃപയും സാന്നിധ്യവും തന്നോട് കൂടെ പോകുവാൻ തന്നെ കർത്താവ് ആ ദേശത്ത് അധികം ശക്തിയോടെ ആത്മാവിൻ്റെ നിറവിൽ ഉപയോഗിക്കേണ്ടതിന് വേണ്ടി നമ്മുടെ പ്രാർത്ഥന ഏറ്റവും അത്യാവശ്യമാണ്. കർത്താവിൻ്റെ ദാസനെ ആൻറ്റി ഞങ്ങൾ പ്രത്യേകം ഈ സമയത്ത് ഓർക്കുകയും നിങ്ങളുടെ വേല നിമിത്തം ഞങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കുന്നു. ഞങ്ങളുടെ ജോലിയിൽ വ്യാപൃതരാകുന്നതിനേക്കാളും അതിനേക്കാളൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായ വേലയാണ് കർത്താവിൻ്റെ വേല. കർത്താവിൻ്റെ വേല ചെയ്ത് ആ പ്രവൃത്തി ചെയ്ത് തികച്ച് ഇവിടുന്ന് പോകുമ്പോൾ സന്തോഷത്തോടെ സമാധാനത്തോടെ പോകാൻ കഴിയുന്നത് തന്നെ ഏറ്റവും ഒരു നല്ല അനുഭവമാണ്. അതുപോലെ ഈ ദേശത്ത് വെച്ച് രോഗമോ മറ്റു പ്രയാസങ്ങളോ ക്ലേശങ്ങളോ ഇല്ലാതെ കർത്താവ് തന്നെ സൂക്ഷിച്ചു. അതിനായിട്ടും ദൈവത്തെ സ്തുതിക്കുകയും കർത്താവ് തന്നെ സഹായിച്ചതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. ഇനിയുള്ള നാളുകളിൽ ഏറ്റവും അനുഗ്രഹപൂർണ്ണമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ആശംസാ വാക്കുകളിലൂടെ അറിയിക്കട്ടെ. നമ്പേഴ്സ് 6:24-26 വായിക്കട്ടെ. യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്ന പോലെ ഈ അനുഗ്രഹങ്ങൾ ദൈവദാസന്റെ പേരും ആൻറ്റിയുടെ പേരും കുഞ്ഞുങ്ങളുടെ പേരും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭ ദൈവത്താൽ സ്ഥാപിക്കപ്പെടുന്ന സഭയാണ്. നമ്മൾ വചനത്തിൽ വായിക്കുന്ന പോലെ അനേക ദൈവദാസന്മാരെ നിയമിച്ചത് പഴയ നിയമത്തിൽ കാണാൻ പുതിയ നിയമത്തിൽ കാണാൻ കഴിയും. അവരെല്ലാം അവരുടെ കാലയളവ് ഒരു പെട്ടികളുടെ കാലയളവുണ്ട്. നമ്മളോട് മാറാതിരിക്കുന്നത് ദൈവം മാത്രം നമ്മളോട് കൂടെ ഇരിക്കുന്നു. എന്നാൽ നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവം ദൈവദാസനോട് കൂടെയും പോകും. കോഴിക്കോട്ടും തന്നെ കർത്താവ് അനുഗ്രഹിക്കും. ഏറ്റവും നല്ല പ്രവർത്തിക്കായിട്ട് കർത്താവ് തന്നെ ശക്തീകരിക്കും. നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യാം. നല്ല വാർത്തകൾ കോഴിക്കോട്ട് നിന്ന് നമുക്ക് കേൾക്കുവാനിടയാകട്ടെ. അതുപോലെ തന്നെ ഈ സഭയെ താൻ സ്നേഹിക്കുന്നു. നല്ല വാർത്ത ഇവിടുന്നും തനിക്ക് കേൾക്കാനിടയാകണം. അങ്ങനെ നമ്മൾ മുഖാന്തരം താൻ സന്തോഷിക്കണം. തൻ്റെ നല്ല പ്രവൃത്തികൾ കണ്ട് നല്ല പ്രവൃത്തികൾ കേട്ട് നമുക്കും സന്തോഷിക്കുവാൻ ഇടവരട്ടെ. നമുക്ക് തമ്മിൽ പ്രാർത്ഥനയോടെ പ്രാർത്ഥിക്കാം. ദൈവദാസനെ മറക്കാതെ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാ ആശംസകളും സഭയുടെ നാമത്തിൽ, കമ്മിറ്റിയുടെ നാമത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും ആശംസകളും അറിയിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. അടുത്തായിട്ട് നമ്മുടെ സൺഡേ സ്കൂൾ സ്റ്റുഡൻസ് ആണ്. സൺഡേ സ്കൂൾ സ്റ്റുഡൻസ് മുന്നോട്ട് വന്ന് ഒരു പാട്ട് പാടും. ലീഡ് ചെയ്ത് പാടാൻ കുറച്ച് പിള്ളേരുണ്ട്. ബാക്കിയുള്ള കുഞ്ഞുങ്ങളും ഫ്രണ്ടിലോട്ട് വന്ന് സാധാരണ നിൽക്കുന്ന പോലെ നിന്ന് ഒരു പാട്ട്. Sagarau
പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഇല്ലാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. നല്ലൊരു കുടുംബം, തൊഴിൽ, വീട് എന്നിങ്ങനെ കുടുംബത്തിന്റെ അല്ലലകറ്റുവാൻ ആഗ്രഹിക്കാത്തവർ ആരാണുള്ളത്? എന്നാൽ ആ ആഗ്രഹങ്ങളുടെയും പ്രതീക്ഷകളുടെയും മുകളിൽ കരിനിഴൽ വീഴുമ്പോൾ ജീവിതം ഒരു ചോദ്യചിഹ്നമായി നമുക്ക് മുന്നിൽ അവശേഷിക്കും. ഇനി എന്ത്? ആ ചോദ്യത്തിനുള്ള ജീവിക്കുന്ന മറുപടിയാണ് അടൂർ വടകടത്തുകാവ് തച്ചവടക്കേതിൽ വീട്ടിൽ പാസ്റ്റർ എബി ജോയ്. ഒരു നേവി ഓഫീസർ ആകുവാനുള്ള തന്റെ ആഗ്രഹത്തിൽ നിന്നും ഒരു തികഞ്ഞ സുവിശേഷകനിലേക്കുള്ള തന്റെ ജീവിതത്തിന്റെ പ്രയാണം വരച്ചു കാണിക്കുകയാണ് ഈ ഓർമ്മക്കുറിപ്പിലൂടെ. ഒരു ഇടത്തരം ക്രിസ്തീയ കുടുംബത്തിൽ ശ്രീമാൻ TC ജോയിയുടെയും ശ്രീമതി മറിയം ജോയിയുടെയും ഏകപുത്രനായി 1976 പാസ്റ്റർ എബി ജോയ് ജനിച്ചു. തികഞ്ഞ പെന്തക്കോസ്ത വിശ്വാസ കുടുംബം ആയിരുന്നത് കൊണ്ട് തന്നെ ചെറുപ്രായത്തിൽ വചനം പഠിക്കുവാനും കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാനും ജലത്തിൽ സാക്ഷീകരിക്കാനും പരിശുദ്ധ അഭിഷേകത്താൽ നിറയുവാനും തനിക്ക് കഴിഞ്ഞു. സുവിശേഷ വേലയ്ക്കായുള്ള വിളിയും ചെറുപ്രായത്തിൽ തന്നെ തന്റെ ഹൃദയത്തിൽ അലയടിച്ചു. എന്നാൽ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത അസ്ഥിരമായി തുടർന്നതുകൊണ്ട് കുടുംബത്തെ രക്ഷപ്പെടുത്താൻ 16-ാമത്തെ വയസ്സിൽ പഠനത്തോടൊപ്പം ജോലിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും അതനുസരിച്ച് മാവേലിക്കര മാങ്കാമ്പുഴി വാര്യർ എന്ന നേവി ക്യാപ്റ്റന്റെ ശിഷ്യനായി ഒരു നേവി ഉദ്യോഗം മനസ്സിലുറപ്പിച്ച് പ്രാക്ടീസ് ആരംഭിച്ചു. ട്രെയിനിങ് അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്കും തന്നിലെ പ്രതീക്ഷകളെ തകിടം മറിച്ചുകൊണ്ട് നട്ടെല്ലിന് തകരാർ സംഭവിക്കുകയും ദീർഘ 1.5 വർഷങ്ങൾ പൂർണ്ണമായും കിടക്കയിൽ അഭയം പ്രാപിക്കേണ്ടതായും വന്നു. ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പില്ല എന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വൈദ്യശാസ്ത്ര വിദഗ്ധർ വിധിയെഴുത്ത് നടത്തിയപ്പോൾ ഒരു വലിയ ലോകം സ്വപ്നം കണ്ട ചെറുപ്പക്കാരന്റെ മോഹങ്ങൾ ചിറകരിഞ്ഞ് വീഴുകയായിരുന്നു അവിടെ. ചികിത്സയെ തുടർന്ന് പിതാവിന്റെ ബിസിനസ് തകർന്നു. ഒരു നേരത്തെ ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടുന്ന അവസ്ഥകളിലേക്ക് സാഹചര്യങ്ങൾ വഴിമാറുവാൻ തുടങ്ങി. ഭൂമിയിലെ തന്റെ പ്രതീക്ഷകൾ, സ്വപ്നങ്ങളെല്ലാം അസ്തമിച്ചു എന്ന് തോന്നി തുടങ്ങിയ നിമിഷം തന്റെ കണ്ണുകൾ ഉയരത്തിലേക്ക് നോക്കുവാൻ തുടങ്ങി. ഒരു ദൈവിക ഇടപെടൽ തന്നെ വ്യാപരിക്കുന്നത് തനിക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞു. നിന്ദിത പാത്രരായി മേവാൻ നമ്മെ നായകൻ കൈവിടുമോ? എഴുന്നേറ്റ് നാം പണിതിടുക, തിരുക്കരങ്ങൾ നമ്മോടിരിക്കും. എൻ പ്രിയനെ പോൽ സുന്ദരനായി ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല എന്നീ ഗാനത്തിന്റെ ഈരടികൾ ഹൃദയത്തിൽ അരയടിച്ചു. തന്നെ ദൈവകരങ്ങളിൽ പൂർണ്ണമായും സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അടിയന്തരമായ ഒരു സർജറി തനിക്ക് വേണ്ടി വന്നുവെങ്കിലും 100% വിജയകരമായി അത് മാറി. റൂമിൽ തനിയിരിക്കുമ്പോൾ ഭൂമി എങ്ങും പോയി സാക്ഷി ചൊല്ലുവീൻ എന്ന ഗാനത്തിന്റെ ഈരടികൾ അന്തരാത്മാവിൽ ഉയർന്നു വന്നു. താൻ പാടി ആത്മാവിൽ നിറഞ്ഞു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിലൂടെ പരിശുദ്ധാത്മാവ് തന്നോട് ഹൃദ്യമായി ഇടപെട്ടു. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു? ആർ നമുക്ക് വേണ്ടി പോകുമെന്നുള്ള ചോദ്യത്തിന് മുന്നിൽ പ്രേക്ഷിത വൃത്തിക്ക് വേണ്ടിയുള്ള തന്റെ നിയോഗത്തെ തിരിച്ചറിഞ്ഞ് പൂർണ്ണമായും സമർപ്പിതനായപ്പോൾ തന്റെ രോഗക്കിടക്ക് വിട്ട് ജീവിതത്തിന്റെ മറ്റൊരു അധ്യായത്തിന് അവിടെ തുടക്കം കുറിക്കുകയായിരുന്നു. വേദപഠനത്തിനായി പോകുന്നുവെന്നറിഞ്ഞപ്പോൾ ഭവനത്തിന്റെ സാമ്പത്തിക പരാധീനതകൾ തിരിച്ചറിഞ്ഞ പിതാവിന്റെ സഹോദരൻ തന്റെ സഹോദര കുടുംബത്തിൽ തന്നെ കൊണ്ടുപോയി ഒരു പെട്ടിയും ബൈബിളും സമ്മാനമായി നൽകി. പോക്കറ്റ് മണിയായി അവർ നൽകിയ 500-300 രൂപയായിരുന്നു തന്റെ കയ്യിൽ ആകെയുള്ള സമ്പാദ്യം. സെക്കുലർ വിദ്യാഭ്യാസാനന്തരം വേദപഠനത്തിനായി സെറാംബൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയിൽ ചേരുകയും ബാച്ചിലർ ഓഫ് തിയോളജി BTH അവിടെ നിന്നും സ്വായത്തമാക്കി. കർത്താവിന്റെ ഗിരിപ്രഭാഷണങ്ങളിലെ ധാർമ്മിക മൂല്യങ്ങൾ, ആത്മീക വശങ്ങൾ, സാമൂഹിക നീതി, ക്രിസ്തു വിഭാവനം ചെയ്ത ദൈവരാജ്യം തുടങ്ങിയവയിൽ താൻ ആകൃഷ്ടനാകുകയും വിഭാഗീയതകളില്ലാതെ മനുഷ്യരെ എല്ലാവരെയും ഒരുപോലെ ഉൾക്കൊണ്ടുകൊണ്ട് ശുശ്രൂഷ ചെയ്യുവാനും കർത്താവിന്റെ ഗിരിപ്രഭാഷണ ചിന്തകൾ തനിക്ക് ഉത്പ്രേരണയായി. പ്രേക്ഷിത ദൗത്യവുമായി ചച്ചക്കോട് കൊട്ടാരക്കര ഡിസ്ട്രിക്റ്റിന്റെ കീഴിൽ മാറനാട് എന്ന സ്ഥലത്ത് ഒരു മിഷൻ പ്രവർത്തനം ആരംഭിച്ചുകൊണ്ടായിരുന്നു തന്റെ ശുശ്രൂഷയുടെ തുടക്കം. സഭയിൽ നിന്ന് കിട്ടുന്ന 300 രൂപയായിരുന്നു ഏക വരുമാനം.
ജീവിത സന്ധാരണത്തിന് ആ തുക പര്യാപ്തമല്ലാത്തതുകൊണ്ട് സെന്റർ കേന്ദ്രത്തിൽ നിന്നും ഒരു ചെറിയ തുക നൽകുവാൻ അവർ തയ്യാറായത് സന്തോഷപൂർവ്വം നിരസിക്കുവാൻ ദൈവാത്മാവ് ആദ്യ ആഴ്ചയിൽ തന്നെ തനിക്ക് പ്രേരണ നൽകുകയും അത് പൂർണ്ണമായും അനുസരിച്ച് വിശ്വാസത്താൽ തന്റെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ തീരുമാനിച്ചതുകൊണ്ടാകാം പിന്നീടുള്ള ജീവിതയാത്രയിലുടനീളം ആ ദൈവിക കരുതലുകൾ ആവോളം അനുഭവിച്ചറിയുവാൻ തനിക്ക് കഴിഞ്ഞു. തന്റെ വിശ്വാസ ജീവിത സഭയിൽ തക്ക തുണയായി സിസ്റ്റർ പെർസി മാത്യുവിനെ 2001 ഒക്ടോബർ 22 ദൈവം യോജിപ്പിച്ചു. ബികോം ബിരുദധാരിയായ പ്രിയ സഹോദരി ഗുജറാത്തിൽ പ്രമുഖമായ ഒരു ഫാഷൻ ഡിസൈനർ കമ്പനിയിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്യവേ ഗുജറാത്തിൽ അലിയടിച്ച പ്രകൃതി ദുരന്തത്തിൽ അകപ്പെടാമായിരുന്ന തന്നെയും ആ മരണമുഖത്തു നിന്നും ദൈവം അത്ഭുതകരമായി രക്ഷിച്ച് തന്റെ പ്രേക്ഷിത വേലയ്ക്കായി പ്രിയ ദൈവദാസനോടൊപ്പം ആക്കിവെച്ചു. തന്റെ കർമ്മപദത്തിൽ സജീവയായി താനും അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നു. 1 ദശാബ്ദം പ്രിയ കുടുംബത്തെ ശക്തരാക്കി ഉപയോഗിച്ചതിന്റെ ഫലമായി മാറനാട് ദേശത്തു നിന്നും 14 കുടുംബങ്ങൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരികയും ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭ തന്നെ ആ ദേശത്ത് സ്ഥാപിതമാക്കുവാൻ തന്നിലൂടെ ദൈവം ഇടയാക്കി. ഇതേസമയം തിരുവനന്തപുരം കേരള യുണൈറ്റഡ് തിയോളജിക്കൽ സെമിനാരിയിൽ നിന്ന് ബാച്ചിലർ ഓഫ് ഡിവിനിറ്റി BD ബിരുദവും പാസ്റ്റർ എബി സ്വായത്തമാക്കി. തുടർന്ന് ദൈവിക നിയോഗം ഏറ്റെടുത്തുകൊണ്ട് അടൂർ സൗത്ത് സെന്ററിൽ ഉൾപ്പെട്ട കല്ലട സഭയുടെ ശുശ്രൂഷകനായി താൻ സേവനമനുഷ്ഠിച്ചു. നിരവധി വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് 100 കണക്കിന് ആളുകൾക്ക് ക്രിസ്തുവിന്റെ സ്നേഹം പകർന്നു കൊടുക്കുവാനും 30-ൽ പരം കുടുംബങ്ങളെ രക്ഷയുടെ അനുഭവത്തിലേക്ക് നടത്തുവാനും തങ്ങളുടെ ശുശ്രൂഷകൾക്ക് കഴിഞ്ഞു. നീണ്ട 13 വർഷത്തെ പ്രാർത്ഥനയും അധ്വാനവും ആ ദേശത്തെ ദൈവസഭയുടെ വളർച്ചയ്ക്ക് കാരണമായി. കന്നഡയിൽ ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ തന്നെ മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയിൽ നിന്നും ക്രിസ്ത്യൻ എത്തിക്സ് എന്ന വിഷയത്തിൽ മാസ്റ്റർ ബിരുദവും താൻ നേടിയെടുത്തു. ഇതിനിടയിൽ തങ്ങളുടെ കുടുംബജീവിതത്തിൽ തലമുറകൾ ഉണ്ടാകില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ പേരും പിറപ്പും അനുഗ്രഹിക്കപ്പെടുമെന്ന തിരുവചനത്തെ ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ട് മനോഹരങ്ങളായ 2 സുന്ദര സുന്ദരങ്ങളെ മകൾ ദയാ മറിയം എബി, മകൻ അഭിഷേക് ജോയ് എബി എന്നിവരെ ദൈവം തങ്ങളുടെ കുടുംബജീവിതത്തിൽ നൽകി മാനിച്ചു. സഭാ പരിപാലനത്തിനപ്പുറം ആത്മീകമായ വ്യത്യസ്ത തലങ്ങളിലും വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ തനിക്ക് കഴിഞ്ഞു. ചർച്ച് കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ, മൗണ്ട് സിയോൺ ബൈബിൾ കോളേജ് അധ്യാപകൻ, കൊട്ടാരക്കര സോണൽ YP കോർഡിനേറ്റർ, അടൂർ സൗത്ത് ഗോസ്പൽ ടീം സെക്രട്ടറി തുടങ്ങിയ പദവികൾ താൻ വഹിച്ചു. 2023 ഏപ്രിൽ 7 ശുശ്രൂഷയുടെ മറ്റൊരു തലത്തിലേക്ക് ദൈവം തന്നെ പറിച്ചു നടുകയായിരുന്നു. കുവൈറ്റ് ചർച്ച് അഹമ്മദി സഭയുടെ ശുശ്രൂഷകനായി തന്നിലെ നിയോഗം സ്വയം ഏറ്റെടുത്തു. പ്രവാസ ജീവിതത്തിന്റെ ചൂടും ചൂരും തിരിച്ചറിയുന്ന കുവൈറ്റിലെ ദൈവമക്കൾക്ക്, വിശേഷാൽ സഭയിലെ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ ഓരോ വിശ്വാസികൾക്കും ഈ കുടുംബം ഒരാശ്വാസമായിരുന്നു. അനേകരുടെ ആത്മീകമായ വിശപ്പും ദാഹവും അകറ്റി ചിരിക്കുന്നവർക്കൊപ്പം ചിരിച്ചും കരയുന്നവരുടെ കണ്ണീർ തുടച്ചും കഷ്ടതയിലായിരുന്നവരെ താങ്ങിയും ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തിയും കൂടെ പാർപ്പിച്ചും സ്നേഹം കൊണ്ടും നിറഞ്ഞ പുഞ്ചിരി കൊണ്ടും സഭയ്ക്കകത്തും പുറത്തും ഒരു തികഞ്ഞ മാതൃകയായി തങ്ങളുടെ ശുശ്രൂഷയുടെ തലം വെളിപ്പെടുത്തി. ദൈവസഭയുടെ ആത്മീക ഉന്നതിക്ക് വേണ്ടി പരമാവധി താൻ എത്തിച്ചു. താൻ ആരംഭിച്ച പ്രഭാത പ്രാർത്ഥന അവയിൽ എടുത്തു പറയേണ്ടതാണ്. യുദ്ധസമാനമായ സാഹചര്യങ്ങളിലും സൂമിലൂടെ പ്രാർത്ഥനകൾ മുടക്കം വരുത്താതെ നടത്തുവാൻ താൻ ശ്രദ്ധിച്ചു. കുവൈറ്റ് ദൈവസഭ റീജിയൻ പ്രസിഡന്റായും വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിലും താൻ സേവനമനുഷ്ഠിച്ചു. കുവൈറ്റിലെ സഭാ പരിപാലനത്തിന്റെ 3 വർഷം പൂർത്തിയാക്കി ദൈവം തന്നെ ഏൽപ്പിച്ച മറ്റൊരിടത്തേക്ക് യാത്രയാകുമ്പോൾ തനിക്കൊന്നേ പറയുവാനുള്ളൂ: എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അതെ, മുന്നോട്ടുള്ള ഓരോ യാത്രയും സഫലമായി തീരട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം, ആശംസിക്കാം. നന്ദി. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇപ്രകാരം നമുക്കൊരു സന്ദർഭം നമുക്ക് ദൈവം തന്നതാണ്. അതിനായി നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് നന്ദി പറയാം. പ്രൈസ് ദി ലോർഡ്. കമ്മിറ്റിയിലൊക്കെ ഞാൻ നിൽക്കുന്ന ആളായിരുന്നുകൊണ്ട്
ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ ക്രമീകരിക്കപ്പെടും, ഇത് ഏത് തലത്തിലേക്ക് കൊണ്ടുവരുന്നൊക്കെ വളരെ ഭാരപ്പെട്ട് പ്രാർത്ഥിച്ച് ഒരുപാട് പ്രായോഗികമായ തലത്തിലൂടെയൊക്കെ ഞങ്ങൾ ചിന്തിച്ചെങ്കിൽ തന്നെയും ദൈവം നമുക്ക് തൻ്റെ ദാസനോടുള്ള ദൈവസഭയോടും ദേശത്തോടും കാണിച്ച കരുണ നിമിത്തം ഈ സമയം നമുക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ ദൈവം കൃപ ചെയ്തു. സ്തോത്രം. നമുക്കതിന് എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാകും. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കട്ടെ. പ്രിയ കർത്താസിനെ കുറിച്ച് ഞങ്ങൾക്ക് കുടുംബമായി വളരെ ബന്ധങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ എൻ്റെ പിതാവ് പുലിവിളയിൽ കീവർച്ചൻ ഉപദേശി എന്നറിയപ്പെടുന്ന പെന്തക്കോസ്ത് തലമുറയുടെ ആദ്യഘട്ടങ്ങളിലെ പ്രവർത്തന ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ എൻ്റെ വല്യപ്പച്ചനും പ്രിയ വി പാസ്റ്ററുടെ വല്യപ്പച്ചനും വളരെ ആത്മീയ സുഹൃത്തുക്കളായിരുന്നു. പല ഘട്ടങ്ങളിൽ ഞങ്ങളുടെ മണക്കാലയിലുള്ള ഭവനത്തിൽ വരികയും അന്ന് കാലത്തുണ്ടായിരുന്ന വയലായിലുള്ള സഭയിൽ സൂക്ഷിക്കുന്ന കാലഘട്ടങ്ങളിൽ ആ സഭകളിലെ മെമ്പർഷിപ്പും അങ്ങനെ ആ ഒരു വലിയ തലത്തിലുള്ള ഒരു ആത്മീയ ബന്ധം പെന്തക്കോസ്തിൻ്റെ തലമുറ മുതൽ ദേവദാസന്റെ കുടുംബമായിട്ടുണ്ട്. ഞാനത് പറയാനുള്ള കാരണം ഒരു ആത്മീയ പൈതൃകത്വത്തിൽ നിന്നും ക്രിസ്തീയ വിശ്വാസങ്ങൾക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച എൻ്റെ ദാസനെ ഇത്രത്തോളം നമ്മുടെ ദൈവസഭയിൽ കൊണ്ടുവന്ന് സൂക്ഷിപ്പാൻ്റെ കൊള്ളം ദാസനെ നമുക്ക് ദൈവം നൽകിയത് ഓർത്ത് ദൈവസേനയിൽ നന്ദി പറയും. നമുക്ക് അദ്ദേഹത്തെ ലഭിച്ചത് വളരെ അനുഗ്രഹമാണ്. നമ്മൾ സാധാരണഗതിയിൽ ഈ പാസ്റ്റേഴ്സിനെയൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കും നമ്മുടെ ദൈവസഭയിലെ അംഗങ്ങളുടെ സാഹചര്യങ്ങളും വിശ്വാസികളുടെ നിലവാരങ്ങൾ, അവരെ എങ്ങനെ കരുതൽ ചെയ്യണം, അവർക്ക് എങ്ങനെ സ്നേഹം കൊടുക്കണം, ആ തലത്തിലുള്ള സുഷികന്മാരെയാണ് സാധാരണ ഒക്കെ നമ്മൾ സെലക്ട് ചെയ്യാറുള്ളത്. വി പാസ്റ്റർ നമ്മുടെ പത്തിൽ കഴിഞ്ഞ 3 വർഷം കടന്നു വന്നു. മംഗഫേരിയുള്ള ബന്ധത്തിൽ വളരെ സഹകരണം, എല്ലാ ആൾക്കുണ്ടായിട്ടുള്ള കോട്ടേജ് മീറ്റിങ്ങുകളിലും എൻ്റെ ദാസൻ കടന്നു വന്ന് സൂക്ഷിക്കുകയും നമുക്ക് വേണ്ട ആലോചനകൾ നൽകിത്തരികയൊക്കെ ചെയ്ത് അതിൻ്റെ ദാസനോടുള്ള നന്ദിയെ ഈ തരുണത്തിൽ ഓർപ്പിക്കുന്നു. തൻ്റെ ദാസനെ കുടുംബമായി ദൈവം സഹായിക്കട്ടെ. താൻ കടന്നു പോകുന്ന നമുക്കറിയാം, കോഴിക്കോടേക്കാണ്. നമുക്ക് മുന്നേ നമ്മൾ പറഞ്ഞു വിട്ട ദൈവദാസനും അവിടെ തന്നെയാണ് സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് വലിയൊരു പ്രയാസം നേരിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ സഭ വളരെ അനുഗ്രഹിക്കപ്പെട്ട സഭയാണ്, ആ ദേശം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഇടമാണ്. എൻ്റെ ദാസനെ അവിടെ സൂക്ഷികൾ ദൈവം ആദരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മംഗഫേരിയുടെ എല്ലാ കുടുംബങ്ങളുടെയും കുഞ്ഞുങ്ങളുടെയും അതുപോലെ തന്നെ നമ്മുടെ മുൻകാല നമ്മുടെ വിശ്വാസികൾ ഇവിടെ കടന്നുപോയവരുണ്ട്, അവരുടെയും നാമത്തിലുള്ള എല്ലാവിധമാകുന്ന സ്നേഹവും എല്ലാവിധമാകുന്ന സന്തോഷവും ഈ തലത്തിൽ ഞാൻ ഓർപ്പിക്കുന്നു. ദൈവമായ കർത്താവ് തന്റെ ദാസനെ അധികമായി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ വാക്കുകളുടെ സമയത്തിന്റെ ക്ലിപ്തത കൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇതിന് ശേഷം ഇങ്ങനെ സാഹചര്യം നമ്മുടെ പ്രിയ പാസ്റ്റർ കഴിഞ്ഞ 3 വർഷക്കാലം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. ഈ നമ്മുടെ ദേവാസന് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ യാത്രയെ കുറിച്ച് പ്രയാസമുള്ള വിഷയമാണ്. കാരണം ഇത് നമ്മുടെ കൂടെ ആത്മാർത്ഥമായിട്ടിരിക്കുന്ന ആൾക്കാരെ പോകുമ്പോഴേ പ്രയാസമുണ്ട്. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒരു സാഹചര്യം നിൽക്കുന്നത്. നമ്മുടെ ജ്യേഷ്ഠ വന്ന് പറഞ്ഞു, ഒരു വാക്ക് പറയണം, പഴയ ആളല്ലോ. ഞാൻ പറഞ്ഞു നമ്മുടെ നാട്ടിൽ തന്നെ പാസ്റ്റർ, ഞാനിനി പ്രത്യേകിച്ച് എന്ത് പറയാനാണ്, നമ്മളെന്ത് പറഞ്ഞാലും മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും. കഴിഞ്ഞ 3 വർഷക്കാലം ദൈവം നമ്മുടെ ദൈവാസനെ ഇവിടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ഓർത്ത് നോക്കിയാൽ നല്ലതായിരിക്കും. പ്രത്യേക ഈ 3 വർഷക്കാലം നമ്മുടെ സഭ പ്രത്യേക നമ്മുടെ പ്രിയപ്പെട്ട പല ആൾക്കാരും നമ്മൾ നഷ്ടപ്പെട്ടു. ആ സാഹചര്യങ്ങളൊക്കെ സഭയ്ക്കും നമ്മുടെ ആ പ്രിയപ്പെട്ടവർക്കൊക്കെ വലിയ അനുഗ്രഹമായിരുന്നു. പ്രിയ ദേവാസം, ഒരു കാര്യം പ്രത്യേകം നമ്മൾ ഓർത്തു നോക്കുക, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ നമ്മൾ നഷ്ടപ്പെട്ടു. ആ സാഹചര്യത്തിൽ എനിക്ക് വലിയൊരു പ്രയാസമുണ്ട്. കാരണം വെച്ചാൽ ഞാൻ അന്ന് അനുഭവിക്കുന്നത്, ഞാൻ പ്രാർത്ഥിച്ചത് നമ്മുടെ സഹോദരൻ. അതിനുശേഷം അതിൻ്റെ ഒരു 3-4 ദിവസത്തിന് ശേഷം കഴിയുമ്പോൾ ഞാൻ ഈ സംഭവം അറിയുന്നത്. എനിക്കത് കറക്റ്റ് ആരാണെന്ന് മനസ്സിലായില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ തന്നെ വിളിച്ചു ചോദിച്ചു, പിന്നെ അതുകൊണ്ട് നമുക്ക് മാനസിക ഒരു പ്രയാസമുണ്ട്. പക്ഷേ ആ സാഹചര്യങ്ങളൊക്കെ നമ്മുടെ പ്രിയ ദേവാസൻ, ആ പ്രിയ സഹോദരിയെ ഇങ്ങനെ കരുതിയത് നമ്മൾ ഓർക്കണം. നമുക്കെല്ലാം ഇങ്ങനെ പറയാൻ പറ്റും, പക്ഷെ അത് ചെയ്ത് കാണിക്കാൻ വലിയ പ്രയാസം. നമ്മുടെ ചെറിയ സിമ്പിളായ കാര്യമാണ് നമുക്ക് തോന്നും. പക്ഷെ നമ്മൾ ഒരു നിമിഷം ആലോചിച്ച് നോക്കുക, പ്രത്യേകിച്ച് നമ്മുടെ ഈ അനുദേശം ഒന്ന് കടന്നു വരുമ്പോൾ ഒരാവശ്യമില്ല. പ്രിയ ദേവാസന് താമസിക്കും സ്വന്തം ഭവനത്തിൽ കൊണ്ടുപോയി ഈ അനുദേശത്ത് കൊണ്ടുപോയി അങ്ങനൊരു കരുതൽ ചെയ്തു വലിയതാണ്. ആ ഒരു നന്മ നമ്മൾ മറന്നു പോകണം. അത്
അതുകൊണ്ട് ദൈവം എവിടെ പോയാലും ദേവാസനെ ദൃശ്യമാണ് ശുശ്രൂഷയിലെല്ലാം. അപ്പം എൻ്റെ വൈഫ് ബിജി ആ കുടുംബത്തിലൊക്കെ നേരത്തെ പ്രിയദാസൻ അറിയാം. ഞാനും പ്രിയദാസനും ഞങ്ങളുടെ ഒരു ദേശക്കാരാണ്. അവിടെ നമ്മളെ കൂടുതൽ സംസാരിക്കാനും ഒക്കെ എന്നെ ഇടയ്ക്കൊക്കെ വിളിക്കും. ചിലപ്പോൾ ഞാൻ ഈ മെസ്സേജ് വിളിച്ച് കിട്ടിയില്ലെങ്കിൽ മെസ്സേജ് അയക്കും. ചിലപ്പോൾ ഞാൻ അത് അതിന് റിപ്ലൈ കൊടുക്കും. അങ്ങനെ ഒരു യാതൊരു പ്രയാസമില്ല. പിന്നെ വിളിക്കും, സംസാരിക്കും. പല കാര്യങ്ങളും ഞാൻ വീട്ടിൽ വരുമ്പോൾ ഞാനൊരു സാധാരണ ഒരു യാക്കോബ് കുടുംബത്തിൽ നിന്ന് വന്ന ആൾക്കാരാണ്. അപ്പം ബന്ധുക്കോസിൽ ഇഷ്ടപ്പെട്ട് വന്നത്. അതുകൊണ്ട് ബന്ധുക്കോസിലെ നല്ല കാര്യങ്ങൾ ഞാൻ സപ്പോർട്ട് ചെയ്യും. അല്ലാത്ത എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ഇഷ്ടം. ഞാനാണെങ്കിൽ ഇപ്പം ഈ സാഹചര്യത്തിൽ പറയാൻ പാടില്ല. പിന്നെ സാവകാശം കിട്ടിയോണ്ട് ഞാൻ പറയാം. ഈ ജനറൽ ബോഡിയിലൊന്നും ഞാൻ പങ്കെടുക്കാറില്ല. കാരണം വെച്ചാൽ അറിയാം, പല കാര്യങ്ങളും ഞാൻ എൻ്റെ നല്ലൊരു കുറച്ച് വിശ്വാസം പറയാനുണ്ട്. ഈ ബന്ധുക്കോസ് സഭ എങ്ങനെ ആയിരിക്കണം. കാരണം ഞാൻ ഈ യാക്കോബ് സഭയിൽ നിന്ന് വന്നതായതുകൊണ്ട് എന്തൊക്കെ ആയിത്തരണമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇപ്പം പറയാൻ പറ്റത്തില്ല, ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ജസ്റ്റ് ഞാൻ ദൈവത്തിനോട് വരുമ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് പ്രാവശ്യവും ഇങ്ങനെ വന്നിട്ട് മാറ്റിയോട് ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. പല പല കാര്യങ്ങളുണ്ട്. അതിപ്പം അത് പറയാൻ ശരിയല്ല. കാരണം പല ആൾക്കാർക്ക് അത് ചിലപ്പം ഞാൻ പറഞ്ഞിട്ട് അത് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കണ്ട. ചിലപ്പോൾ അത് അവർ മനസ്സിലിരിക്കും. ചിലപ്പോൾ ഇത് പ്രതികരിക്കുന്ന ആ രീതിയിലായിരിക്കും. എനിവേ കഴിഞ്ഞ 3 വർഷക്കാലം നമുക്ക് അനുകൂലമായിരുന്നു. ദേവദാസനെ പല ഫയലുകളിൽ നമുക്ക് മെസ്സേജുകൾ വളരെ അനുഗ്രഹപ്പെട്ട മെസ്സേജുണ്ട്. ചില ഒരു പ്രാവശ്യം ഈ പാസ്റ്റർ വന്ന ശേഷം ഒരു 4 മാസത്തിന് ശേഷം ഞാനൊരു വിഷയം, നമ്മുടെ സഭയിലുള്ള ഒരു വിഷയമാണ് അത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ബിജുവായിട്ട് സംസാരിക്കാറുണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ. അപ്പോൾ അത് ഞാൻ ഒരു വ്യാഴാഴ്ച സംസാരിച്ചു. വെള്ളിയാഴ്ച വന്നപ്പം പാസ്റ്റർ ആ വിഷയം തന്നെ ഇവിടെ പറഞ്ഞു, ശക്തമായിട്ട് പറഞ്ഞു. നമുക്ക് സഭയ്ക്ക് ആവശ്യമുള്ള വിഷയം. ശനിയാഴ്ച ദിവസം ഞാൻ പാസ്റ്ററെ വിളിച്ച് ആദ്യമായിട്ട് പറഞ്ഞു, പാസ്റ്ററെ ഒരു നല്ല മെസ്സേജ് ആയിരുന്നു, എല്ലാവർക്കും നമുക്ക് ആവശ്യമാണ്, അംഗീകരിക്കേണ്ടവർക്കും ഉൾക്കൊള്ളേണ്ടവർക്കും പറ്റിയൊരു മെസ്സേജ് അത് ദൈവദാസൻ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പം നല്ല ഞാൻ പാസ്റ്ററെ വിളിച്ച് പറഞ്ഞു. പാസ്റ്റർ അതൊന്നും എനിക്കറിയില്ല, വിളിച്ച് പറയുകയും ചെയ്തു. അങ്ങനെ എന്തായാലും നമുക്ക് കഴിഞ്ഞൊരു വർഷക്കാലം വരെ അനുഗ്രഹമായിരുന്നു. പാസ്റ്ററും കുടുംബവും എവിടെ പോയാലും ദൈവം അനുഗ്രഹിക്കും. എൻ്റെ കുടുംബത്തിൻ്റെ പ്രത്യേകിച്ച് ഞാൻ എൻ്റെ പൈതലിൻ്റെ വിഷയം എല്ലാവർക്കും അറിയാമല്ലോ. ദിവസം കടന്നു വരും, സംസാരിക്കും, പ്രാർത്ഥിക്കും. അനുഗ്രഹമാണ് ഞങ്ങൾക്ക്. തുടർന്ന് ദൈവം പ്രിയദാസൻ എവിടെ പോയാലും അനുഗ്രഹിക്കട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും ഞാൻ തരുന്നു. ഇത്ര സമയം തന്ന സഭയ്ക്ക് നന്ദി പറയുന്നുണ്ട്. അമൂല്യ ഫെയർ വിനോദ് പ്രഭു, അതിനുശേഷം കൊച്ചു വേഗത്തിൽ പറഞ്ഞു. ദൈവത്തിൻ്റെ അതിശ്രേഷ്ഠമായ നാമം ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആദരണീയനായ കർത്താവിൻ്റെ ദാസൻ, സ്നേഹനിധിയായ ഷൈനി ആൻറ്റി, ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന സഭാ സെക്രട്ടറി, ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവജനത്തിനും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. എന്നിൽ നിശബ്ദമായിരിക്കുന്ന കടമ കർത്താവിൻ്റെ ദാസന് ആശംസകൾ അറിയിക്കുക എന്നുള്ളതാണല്ലോ. കഴിഞ്ഞ 3 വർഷക്കാലം ഈ സഭയെ സ്നേഹത്തോടും ദൈവജനത്തിൻ്റെ പദ്യോപസ്ഥയിലും ഏറ്റവും അനുഗ്രഹവും ശ്രേഷ്ഠമായിട്ട് നടത്തിക്കൊണ്ടുപോകാൻ കർത്താവായ ദൈവം തൻ്റെ ദാസനെ സഹായിച്ചു. ഒരു യാത്രയപ്പ് എന്ന് പറയുന്നത് അല്പം പ്രയാസകരമായ അനുഭവങ്ങളാണെങ്കിലും ഒരു വിശുദ്ധന് ഉചിതമായ രീതിയിലുള്ള യാത്രയപ്പ് നൽകേണ്ടത് അനിവാര്യമായ കാര്യമാണല്ലോ. കഴിഞ്ഞ നാളുകളിൽ ദൈവസഭ കടന്നുപോയ പ്രതിസന്ധി വേളകളിലും പ്രയാസകരമായ വേളകളിലും കർത്താവിൻ്റെ ദാസന്റെ പ്രാർത്ഥനകളും തൻ്റെ ആലയ സാന്നിധ്യവും നമുക്ക് ഏവർക്കും അനുഗ്രഹമായിരുന്നു. നമ്മുടെ സന്തോഷവേളയിലും സന്താപവേളകളിലെല്ലാം കർത്താവിൻ്റെ ദാസന്റെ സാന്നിധ്യവും പ്രാർത്ഥനകളും ദൈവസഭയ്ക്കും വിശിഷ്യ ഞങ്ങളുടെ അബൂരിഫയേരിയക്കും അനുഗ്രഹമായിരുന്നു. തൻ്റെ ദാസൻ ലഭിക്കുന്ന സമയങ്ങളിലൊക്കെ ഏരിയ കോട്ടേജ് മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്ത് ഞങ്ങളുടെ ഏരിയകൾക്ക് വേണ്ടി, ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും വിശിഷ്യ ഞാനും കഴിഞ്ഞ വർഷക്കാലം കടന്നുപോയ വലിയ പ്രതികൂലങ്ങളുടെ വേളയിൽ തൻ്റെ ദാസന്റെ ആശ്വാസവാക്കുകളും പ്രാർത്ഥനകളും വ്യക്തിപരമായി എനിക്കും കുടുംബത്തിനും അനുഗ്രഹമായിരുന്നു. തൻ്റെ ദാസനോട് ചേർന്ന് പേഴ്സണലായിട്ട് ഒന്നിച്ചിട്ട് പ്രാർത്ഥിക്കുവാനും യാത്രകൾ ചെയ്യുവാനും ഒക്കെ തൻ്റെ ദാസന്റെ കരുതലുകളും സ്നേഹവും അനുഭവിപ്പാനും വ്യക്തിപരമായും എനിക്കും ഇടയായിട്ടുണ്ട്. നന്ദിയോടെ ഈ സമയങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തൻ്റെ ദാസൻ കടന്നു പോകുന്ന ഇടങ്ങളിൽ, തൻ്റെ യാത്രകളിൽ
അല്ലെങ്കിൽ പുതിയ ശുശ്രൂഷ മണ്ഡലങ്ങൾ കർത്താവ് ഏറ്റവും അനുഗ്രഹമായ ശുശ്രൂഷകൾ ചെയ്തെടുക്കുവാൻ കർത്താവിൻ്റെ ദാസനെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിശിഷ്യ ശുശ്രൂഷകൾക്ക് വിശാലതകൾ ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിച്ച് ആശംസിച്ച് ഞങ്ങളുടെ അബുഖലീഫ ഏരിയയിലെ എല്ലാ ദൈവമക്കളുടെ നാമത്തിലും എൻ്റെ വ്യക്തിപരമായ പേരിലുമുള്ള എല്ലാ ആശംസകളും പ്രാർത്ഥനകളും ഈ സമയത്ത് അർപ്പിച്ചുകൊണ്ട് എൻ്റെ ഏഴ് വാക്കുകൾ നിർത്തുന്നു. ഈ സമയം അനുവദിച്ചെന്ന് ദൈവസഭയ്ക്ക് നന്ദിയോടെ ഓർത്ത് സ്തോത്രം ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുന്നു. സാൽമി ഏറിയതാണ് സൈമൺ ഇപ്പച്ചന്തോറും സജീവ് പാപ്പച്ചന്തോറും ഒരുങ്ങിയിരിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഇങ്ങനെ ഒരു അവസരം കർത്താവ് നമുക്കിങ്ങനെ കൂടുവാൻ ദൈവം അനുവദിച്ചതിനായി ദൈവത്തിനായി തന്നെ നന്ദി കരയേറ്റുന്നു. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ചില കാര്യങ്ങളൊക്കെ സംഭവിക്കും. ആ സംഭവങ്ങളിലൊക്കെ നമ്മൾ വളരെ പ്രയാസങ്ങളും കഷ്ടതകളും ഒക്കെ അനുഭവിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഫെയർവെൽ മീറ്റിംഗ് നടത്തുവാൻ ദൈവം നമ്മളെ സഹായിച്ചതിനായി ദൈവത്തിന് നന്ദി കരയേറ്റുകയാണ്. പ്രിയ പാസ്റ്റർ ഇവിടെ കടന്നു വരുമ്പോൾ ഞാനിവിടെ അബുഖലീഫ ഏരിയയുടെ കോർഡിനേറ്ററായിട്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് പ്രിയ പാസ്റ്റർ കടന്നു വരികയും എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങൾ ചെയ്യുവാൻ എനിക്ക് വേണ്ട ഉപദേശങ്ങൾ തരികയും എന്നെ ഒരു നല്ല രീതിയിൽ നയിക്കുകയും എനിക്ക് വേണ്ട ഉപദേശങ്ങളും അത് സത്യത്തിൽ തന്നെ നിലനിൽക്കുവാനും പ്രിയ ദേവദാസൻ എന്നെ സഹായിച്ചു. എനിക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുകളും തന്ന് എൻ്റെ ജീവിതത്തിനും ഒക്കെയും ഒത്തിരി മാറ്റം സംഭവിക്കാനൊക്കെ ഈ കാലയളവിൽ ദൈവം എന്നെ സഹായിച്ചു. അതുപോലെ തന്നെ ഓരോ ഭവനത്തിലെയും ചെറിയ കാര്യങ്ങളാണേലും പ്രാർത്ഥനാ വിഷയങ്ങളാണേലും ദൈവദാസനോട് പറയുമ്പോൾ അത് സാരമില്ല, ഞാൻ അവരെ വിളിച്ചോളാം, സംസാരിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് എന്നെയും ഒത്തിരി ആശ്വസിപ്പിച്ചിട്ടുള്ള പ്രിയ ദൈവദാസനാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഏരിയയെ കുറിച്ച് പറയുമ്പോൾ ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും എല്ലാവരെയും ഓർക്കുവാനും ഒക്കെ പ്രിയ ദൈവദാസൻ ഓരോ അവസരങ്ങളെ കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തർക്കും എന്തെങ്കിലും ഒരു പ്രത്യേകമായ ഏതെങ്കിലും ഒരു സാഹചര്യങ്ങളൊക്കെ വരുമ്പോഴും അസുഖങ്ങൾ വരുമ്പോഴും ഒക്കെ അത് വിളിച്ചു പറയുമ്പോൾ പ്രിയ പാസ്റ്റർ ആ വിഷയത്തിന് ആ ഭവനത്തിൽ ചെല്ലുകയും അവരോടുകൂടി ഇരുന്ന് മുട്ടിന്മേലിരുന്ന് പ്രാർത്ഥിക്കുകയും പ്രിയ ദേവദാസന് ഇരിക്കാൻ പറ്റത്തില്ലെങ്കിലും ചെയറിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയും അടിയങ്ങൾക്ക് എല്ലാവരും അങ്ങനെ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള കാലങ്ങളുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി 3 വർഷക്കാലം ദേവദാസൻ ഈ അഹമ്മദി ചർച്ചിനെ നയിച്ചു. അത് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. അത് ദൈവം അതിനുള്ള പ്രതിഫലം പ്രിയ ദേവദാസനും കുടുംബത്തിനും നൽകി. ഇത്രത്തോളം ഇവിടെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ആയിരിക്കാൻ ദൈവം സഹായിച്ചു. അതുപോലെ തന്നെ പ്രത്യേകം ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ബെറ്റിയെ ഓർത്ത് പ്രാർത്ഥിപ്പാനും പല പ്രാവശ്യം ഭവനത്തിൽ കടന്നു വരുവാനും പ്രാർത്ഥിപ്പാനും ഒക്കെ ദൈവം സഹായിച്ചു. ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരുന്നു ദൈവദാസൻ. അതുപോലെ തന്നെ ഞങ്ങളുടെ ഏരിയയുടെ എല്ലാവരുടെയും നാമത്തിലുള്ള നന്ദി ആശംസ ഈ സമയത്ത് അറിയിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. സാൽമി ഏറിയയുടെ ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന തിരുപ്പച്ചായൻ, അതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ വിശിഷ്ടതികളായി വേദിയിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ കുടുംബം, എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. എനിക്ക് കർത്താവിൻ്റെ ദാസന് വേണ്ടി ആശംസ അറിയിക്കുവാനാണ് അല്പസമയം ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ നാളുകളിൽ എടുത്തു പറയുകയാണെങ്കിൽ കർത്താവിൻ്റെ ദാസൻ കുടുംബമായി നമ്മുടെ സഭയുടെ ദൈവദാസൻ എന്ന് പറയുന്നതിൽ പലപ്പോഴും എനിക്ക് അഭിമാനം തോന്നിയിട്ടുണ്ട്. നമുക്ക് കർത്താവിൻ്റെ ദാസൻ ഇപ്പോൾ കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ ദാസനിലുള്ള നല്ല ഗുണങ്ങളെ പലതും നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. പറയുകയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിലും ചിലത് മാത്രം ഞാനിവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നു. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പറ്റുന്ന കുഴപ്പമെന്ന് പറയുന്നത് നമ്മളാരും മറ്റുള്ളവരെ
പ്രശംസിപ്പാനോ അല്ലെങ്കിൽ അവരുടെ നല്ല പ്രവൃത്തികൾ എടുത്തു പറയുവാനോ ഒന്നും മനസ്സ് കാണിക്കാറില്ല. എന്നാൽ പിന്നെ നമ്മളെയൊക്കെ വിട്ട് വേർപെട്ട് പോകുന്ന ഒരു സമയങ്ങളിലൊക്കെയാണ് നമ്മളതൊക്കെ ആ സമയങ്ങൾ ഉപയോഗിക്കുന്നത്. എന്നാൽ അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരെക്കുറിച്ച് അവരുടെ നല്ല പ്രവൃത്തികളെ പ്രശംസിക്കുന്നത് അതെപ്പോഴും അനുഗ്രഹമാണ്. കർത്താവിൻ്റെ ദാസൻ കഴിഞ്ഞ നാളുകളിൽ നമുക്കെല്ലാവർക്കും അറിയാം, വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ സഭ നയിക്കുവാൻ കർത്താവ് ബലപ്പെടുത്തി. ഒരു ദൈവദാസൻ എന്ന നിലയ്ക്ക് കർത്താവിൻ്റെ ദാസൻ ഇവിടെയും കടന്നു വന്ന് ഈ സഭയിലും ഒരു ദൈവദാസൻ എന്ന നിലയ്ക്ക് വിജയിക്കുവാൻ കർത്താവ് ഇടയാക്കി. കർത്താവിൻ്റെ കൃപ കൂടെ ഇരുന്നു. ഒരു സഭയെ കൊണ്ടുപോകുന്നത് വളരെ ബുദ്ധിമുട്ട്, വളരെ വൈഷമ്യം നിറഞ്ഞ കാര്യമാണ്. പല വിധത്തിലുള്ള ആളുകളാണ് സഭയിൽ കടന്നു വരുന്നത്. എന്നാൽ അവരെ ചേർത്ത് കൊണ്ടുപോകുവാൻ ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ അത് കഴിയത്തുള്ളൂ. അത് കർത്താവിൻ്റെ ദാസൻ അത് ചെയ്യുവാൻ കഴിഞ്ഞു. അതിൽ ഞാൻ വളരെയേറെ അഭിമാനിക്കുന്നു. എന്നാൽ കർത്താവിൻ്റെ ദാസൻ പലപ്പോഴും എനിക്ക് കാണുവാൻ കഴിഞ്ഞത്, ഒരാളുടെ ജീവിതത്തിൽ ഒരു കഷ്ടത വന്നുവെന്ന് കണ്ടു കഴിഞ്ഞാൽ, ഒരാൾ ഒരു വേദനയിൽ കൂടി കടന്നു പോകുന്നുവെന്ന് മനസ്സിലാക്കിയാൽ അവരുടെ കൂടെ നിൽക്കുന്നത് പലപ്പോഴും കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുന്നു, ഒരു ഭവനത്തിൽ ഞാൻ കർത്താവിൻ്റെ ദാസനുമായി വിസിറ്റിങ്ങിന് കടന്നു ചെന്നപ്പോൾ അവര് വളരെ ബുദ്ധിമുട്ടിലും കഷ്ടതയിലും കൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ ദാസൻ അത് മനസ്സിലാക്കിയിട്ട് അവരോട് ചോദിച്ചു, ഭവനത്തിൽ വീട്ടു സാധനങ്ങളുണ്ടോ എന്ന് ചോദിച്ചു. അവർ പെട്ടെന്ന് പറഞ്ഞു ഉണ്ട് എന്ന്. പക്ഷേ എനിക്കും അറിയായിരുന്നു അന്ന് വളരെ ബുദ്ധിമുട്ടിൽ കടന്നു പോകുകയാണെന്ന്. കർത്താവിൻ്റെ ദാസൻ ആ ഭവനത്തിൽ ഒരാളിനെ പോലെ ആ കിച്ചണിലേക്ക് കടന്നു ചെന്നിട്ട്, എവിടെയാ സിസ്റ്ററെ, എന്താ ഫുഡ് ഉണ്ടാക്കിയത് എന്നൊക്കെ പറഞ്ഞ് അന്വേഷിക്കുന്നത് കാണുവാനിടയായി. ഞാൻ പറഞ്ഞത്, അങ്ങനെ പോലും ആ ഒരു ഭവനത്തിലേക്ക് ചെന്നാൽ ആ ഭവനത്തിൽ ഒരു അംഗത്തെ പോലെയാണ് പെരുമാറാറുള്ളത്. പലപ്പോഴും എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്, സാമ്പത്തിക നേട്ടങ്ങൾ എന്തെങ്കിലും നേടിയെടുക്കണമെന്നുള്ള ആഗ്രഹത്തെക്കാൾ ഉപരിയായി മറ്റുള്ളവരെ സഹായിക്കണമെന്നുള്ളൊരു മനസ്സ് കർത്താവിൻ്റെ ദാസനുണ്ടായിരുന്നു. ഒരാൾ കഷ്ടതയിൽ കൂടി കടന്നു പോകുന്നെന്ന് അറിയുമ്പോൾ പലപ്പോഴും എന്നെ വിളിച്ചു വരെ പറഞ്ഞിട്ടുണ്ട്, സംഘടനയെ ഒന്ന് അന്വേഷിക്കണം, അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് സാമ്പത്തികമായി വേണമെങ്കിലും കൊടുത്ത് അവരെ സഹായിക്കാം എന്നൊക്കെ. അങ്ങനെ ഒരു മനസ്സ് ഒക്കെ കർത്താവിൻ്റെ ദാസനും കുടുംബത്തിനും ഉണ്ടായിരുന്നു. അതിനൊക്കെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വരും ദിവസങ്ങളിലും എവിടെ കടന്നുപോയാലും കർത്താവിൻ്റെ ദാസനെ കുടുംബമായും ദൈവം ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സാൽമിയേരിയുടെ പേരിലും അതോടൊപ്പം തന്നെ എൻ്റെ വ്യക്തിപരമായ കുടുംബത്തിൻ്റെ പേരിലും എല്ലാവിധ ആശംസകളും നേരുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മാത്രം ഉണ്ടായിരിക്കട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ശേഷം അവിടെ കൂടിയിരിക്കുന്നത് പ്രിയപ്പെട്ട പാസ്റ്ററും ആൻറ്റിയും കൂടി തിരിച്ച് നാട്ടിലേക്ക് കടന്നു പോകുന്ന ചടങ്ങാണല്ലോ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ 3 വർഷക്കാലം പാസ്റ്ററുടെ ശുശ്രൂഷ നമുക്ക് സഭയായി തീർച്ചയായിട്ടും ഒരു അനുഗ്രഹമായിരുന്നു. അവരുടെയും എല്ലാ കാര്യങ്ങളിലും പാസ്റ്റർ എപ്പോഴും സൈമോൻ മുന്നേ ഓർമ്മിപ്പിച്ചതുപോലെ എപ്പോഴും എല്ലാവരുടെയും കാര്യത്തിൽ പാസ്റ്റർ വളരെയധികം ആകാംക്ഷയോടെ അന്വേഷിക്കുകയും അവർക്ക് വേണ്ടുന്ന പ്രാർത്ഥനയാലും അല്ലാതെയുള്ള കൈത്താങ്ങലൊക്കെയും നൽകുവാൻ പ്രിയപ്പെട്ടവൻ വളരെ പ്രതിജ്ഞാബദ്ധമായിരുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ സാൽമിയ ഏരിയയ്ക്കും വളരെ അനുഗ്രഹമായിരുന്നു. പിന്നെയും ദൈവദാസൻ പോകുന്നിടത്തൊക്കെയും വളരെ അനുഗ്രഹത്തോടെ ആയിരിക്കട്ടെ. ദൈവം മേൽക്കുമേൽ ശുശ്രൂഷയെ വർദ്ധിപ്പിക്കട്ടെ. തുടർന്ന് യാത്രയ്ക്ക് വേണ്ടുന്ന അനുഗ്രഹങ്ങളും എല്ലാം നൽകി കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. അടുത്തതായിട്ട് അബ്ബാസിയിൽ നിന്നാണ് ആദ്യമേ റോബിൻ ബേറും അതിനുശേഷം റജി ഫിലിപ്പും മുന്നോട്ട് വന്ന് ആശംസിക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പോൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന സഭയുടെ സെക്രട്ടറി ഫിലിപ്പിച്ചാൻ, അതുപോലെ ദേവദാസി കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കഴിഞ്ഞ 3 വർഷം പ്രിയ ദേവദാസിയും നമ്മുടെ മധ്യത്തിൽ നമ്മെ പരിപാലിക്കുവാൻ വേണ്ടി ദൈവമാക്കി വെച്ചത് എനിക്ക് മുന്നേ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾക്കും വളരെ അനുഗ്രഹമായിരുന്നു. പ്രത്യേകിച്ച് അബ്ബാസി ഏരിയയിൽ അത് ഞങ്ങൾക്ക് എടുത്തു പറയത്തക്ക രീതിയിൽ തന്നെ ദേവദാസിന്റെ പരിപാലനം ഞങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ദേവദാസൻ വന്നതിന് ശേഷം ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട 2 പേരെ ഞങ്ങളുടെ ഏരിയയിൽ മാറ്റപ്പെടുവാൻ
ഇടയായി. ആദ്യം നമുക്കെല്ലാവർക്കും അറിയാം, പ്രിയ ജയകോശാന്റെ അസുഖം വളരെ ബുദ്ധിമുട്ടായിരിക്കുന്ന സമയത്താണ് ദേവദാസൻ അതിനോട് അടുപ്പിച്ചാണ് കടന്നു വരുന്നതും ഒക്കെ. ദേവദാസൻ കടന്നു വന്ന ആ സമയങ്ങളിലാണ് ജയകോശാൻ ഹോസ്പിറ്റലാകുന്നതും ഒക്കെ. ആ സമയത്ത് ഇവിടുന്ന് തനിയെ ടാക്സിക്കും അല്ലെങ്കിൽ ആരെങ്കിലും സഹോദരങ്ങളുടെ ഒക്കെ ഹെൽപ്പിൽ അവിടെ ഹോസ്പിറ്റലിൽ കടന്നു വന്ന് രാവിലെ മുതൽ ആൻറ്റി കടന്നു വന്നിട്ടില്ല, തനിയെ അവിടെ വന്നിരുന്ന് ഭക്ഷണം പോലും കഴിക്കാതെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ അവിടെ ഇരിക്കാൻ വെളിയൊരു കസേര മാത്രമേ ഉള്ളൂ. അവിടെ വന്നിരുന്ന് ആൻറ്റിയോട് ചേർന്നിരുന്ന് അവിടെ പ്രാർത്ഥിക്കുന്നത് നമ്മൾ കണ്ടു. അത് ദിവസങ്ങളാണ്, എത്ര ദിവസമായതെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അതിനുശേഷം മുമ്പേ അല്ലച്ചൻ പറഞ്ഞതുപോലെ ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് ഞങ്ങളുടെ സാബുചാന്റെ വിഷയത്തിൽ അതുപോലെ തന്നെ അതിലും ഉപരി പാസ്റ്റേജ് അവർക്ക് വേണ്ടി തുറന്നു കൊടുത്ത് വേണ്ടതെല്ലാം ചെയ്ത് ഞങ്ങളുടെ നാട്ടിലായിരുന്ന ആ സമയം ആണ്. അന്ന് തന്നെ അത് ഏറ്റവും യോഗ്യമായ രീതിയിൽ ദേവദാസന് അവരെ കരുതുവാനിടയായി. 1.5 മാസത്തോളം പാസ്റ്റേജിൽ അവരെ താമസിപ്പിച്ചു. ചേച്ചിയുടെ ഹോസ്പിറ്റലിലെ ആൾക്കാരൊക്കെ പറയുന്നത് നിങ്ങളുടെ പാസ്റ്റർ ഒരു ദൈവദൂതനെ പോലുള്ള ഒരു മനുഷ്യനാണെന്ന് പലരും പറയുന്നത് എനിക്ക് എൻ്റെ ചെവിക്ക് കേൾക്കുവാനിടയായി. അല്ല ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. പക്ഷെങ്കിൽ അതാണ് ഒരു ഇടയന്റെ പരിപാലനം എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനിടയായി. ദേവദാസനെ അവിടെ കടന്നു പോയാലും ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവം മാനിക്കട്ടെ. അടിയനും വ്യക്തിപരമായി വളരെ അനുഗ്രഹമായിരുന്നു. ശുശ്രൂഷകൾക്ക് ധാരാളം അവസരങ്ങളെ തന്നു, അനേകം ഉപദേശങ്ങൾ തന്നു. അതുപോലെ ഏരിയയിലുള്ള എല്ലാ ഭവനങ്ങൾക്കും അദ്ദേഹം ഒരു അനുഗ്രഹമായിരുന്നു. ഏതൊരു വിഷയമുണ്ടെങ്കിലും അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുകയും രഹസ്യമായി കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങൾ രഹസ്യമായി കൈകാര്യം ചെയ്യുകയും പരസ്യമായി ശാസിക്കേണ്ട വിഷയങ്ങൾക്ക് അങ്ങനെ ചെയ്യുകയും ഒരിടേന്റെ എല്ലാ അവകാശത്തോടുകൂടിയും ഉത്തരവാദിത്തത്തോടുകൂടിയും നിർവഹിക്കുകയുണ്ടായി. പല കാര്യങ്ങൾ ഏരിയ കോർഡിനേറ്റർ എന്ന ബന്ധത്തിൽ അദ്ദേഹവുമായിട്ട് ഷെയർ ചെയ്യാനിടയായി. എന്നാൽ ഒരു മനുഷ്യനും അറിയേണ്ടെന്ന വിഷയമാണെങ്കിൽ ഒരു മനുഷ്യനും അത് അറിയത്തില്ല. അത് ദേവദാസിന്റെ നല്ല ക്വാളിറ്റിയായിട്ട് ഞാൻ കാണുന്നു. വീണ്ടും ദേവദാസ് വളരെ സപ്പോർട്ടായി. ഇന്നവരെയും നമ്മൾ കണ്ട് നമുക്ക് ദേവദാസിനെ കുറിച്ച് ഒരു കുറ്റവും ആർക്കും പറയുവാനില്ല. ദേവദാസിനെ അനുഗ്രഹിക്കട്ടെ, കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. അവർ കടന്നു പോകുന്ന കോഴിക്കോട് അനേകം വയലുകളുണ്ടെന്നാണ് ദേവദാസ് എന്നോട് പറഞ്ഞത്. ഞാൻ കോഴിക്കോടാണല്ലോ, വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരമാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് അതിനെന്നാ മോനെ, എനിക്കവിടെ ധാരാളം വയലുകളുണ്ട്. അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ്. ദൈവം സഹായിക്കട്ടെ, അവിടെ അധ്വാനിക്കാൻ ദൈവം കൃപ ചെയ്യട്ടെ. ഞങ്ങളുടെ ഏരിയയിലുള്ള എല്ലാ ആശംസകളും പ്രാർത്ഥനകളും ഈ സമയത്ത് അറിയിച്ചുകൊണ്ട് ദൈവനാമത്തിൽ ദൈവത്തിന് സ്തോത്രം. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഞാനിങ്ങനെ ഒരു ആശംസ റൂബിനോട് വന്നിരുന്നപ്പോഴാണ് നിങ്ങൾ പറയുന്നത്. എങ്കിലും ഹെവി പാസ്റ്ററെ പറ്റി 1-2 വാക്കുകൾ പറയുന്നതിൽ ഞാനും സന്തോഷവാനാണ്. ആദരണീയനായ കർത്തദാസൻ കുടുംബം, ഇന്നത്തെ ഫെയർവെൽ മീറ്റിംഗിന് അധ്യക്ഷനായിരിക്കുന്ന ഫിലിപ്പ് ജോൺ അവറുകൾ, മറ്റു ഉത്തരവാദിത്വം വഹിക്കുന്നവർ, കടന്നു വന്ന സഹോദരിമാർ, കുഞ്ഞുങ്ങൾ, ഏവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ചച്ചോക്കോട് അഹമ്മദി ദൈവസഭയുടെ ശുശ്രൂഷകനായ കർത്താവിന്റെ അഭിഷക്തദാസൻ 2023 ഏപ്രിൽ മാസം 6-ാം തീയതി ഇവിടെ കാലുകുത്തുവാനിടയായി. അതോടൊപ്പം തന്നെ കർത്തദാസി 2024 ഏപ്രിൽ മാസം 10-ാം തീയതി ഇവിടെ കാലുകുത്തി. അന്നു മുതൽ ഇന്നോളം ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ അവരെ മറച്ചു. വിശേഷിച്ച് 2023 ഏപ്രിൽ മാസം 21-ാം തീയതി ലേഡീസ് മീറ്റിംഗിന് ആദ്യമായിട്ട് കർത്താവിന്റെ ദാസൻ പറഞ്ഞ മെസ്സേജ് റിസ്പയുടെ കാവൽ, മക്കളുടെ മുമ്പിൽ കാവൽ നിന്ന റിസ്പയും അതുപോലെ തന്നെ പ്രതികൂലങ്ങളെ തരണം ചെയ്ത യായേലിനെയും അവിവേകമുള്ള അബിഗേലിനെ പോലെ വിവേകത്തോടെ പെരുമാറിയ അബിഗേലിനെ പോലെയും നമ്മുടെ സഹോദരിമാരായ നമ്മൾ ദേശത്തിനും സഭയ്ക്കും സമൂഹത്തിനും ഭവനത്തിനും ഒക്കെ കാവൽക്കാരായി തീരണമെന്നുള്ള ആ വചനം ഞങ്ങളെ അഡ്വൈസ് ചെയ്ത് ആദ്യം ആരംഭിച്ചു. അന്നു മുതൽ ഇന്നോളം ഓരോ പ്രതികൂലങ്ങളെയും പ്രയാസങ്ങളെയും കാണുമ്പോൾ എല്ലാ സഹോദരിമാരും ധൈര്യത്തോടെ മുന്നേറുവാൻ
വിശേഷിച്ച് കർത്താവിൻ്റെ ദാസന്റെ വചന ശുശ്രൂഷയിലെ ഓരോ ദൃഷ്ടാന്തം പറഞ്ഞ് ഓരോ എക്സാമ്പിൾ പറഞ്ഞ് ഞങ്ങളെ ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യാറുണ്ട്. കർത്താവിൻ്റെ ദാസിയുടെ സൗമ്യത, താഴ്മ, അതോടൊപ്പം തന്നെ പ്രാർത്ഥന ജീവിതം ഒക്കെ ഞങ്ങൾക്കൊരു മാതൃകയാണ്. എടുത്തു പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ പല അവിശ്വാസത്തിൽ വന്ന ഭവനങ്ങളിൽ കടന്നു പോകുവാനും അവർക്കൊക്കെ വിടുതലായി തീരുവാനും, വിശേഷിച്ച് നിങ്ങളാരും അറിയാത്ത ഒരു ഇതുണ്ട്. ഇവിടെ ഹോളെല്ലാം അടച്ചിട്ടപ്പോൾ ചെക്കിങ്ങിൻ്റെ സമയത്ത് ഗ്രൂപ്പിൽ നിന്നൊരു സഹോദരൻ, മുസ്ലിം സഹോദരനാണ്, ആ സഹോദരനെ സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. അങ്ങനെ കർത്തദാസനോട് അത് പറയുകയും, എന്നാൽ അന്നത്തെ ആ പാൻഡമിക് സിറ്റുവേഷനിലെ വേറൊരു ദൈവസഭയിൽ ആ ദേവദാസ് ആ മകനെ ആക്കുകയും ആ മുസ്ലിം സഹോദരൻ സ്നാനപ്പെടുവാൻ തീരുമാനമെടുക്കുകയും ബാംഗ്ലൂരിൽ ചെന്ന് സ്നാനപ്പെടുവാൻ തീരുമാനിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ പല ഭവനങ്ങളിൽ കയറുവാനും അവർക്കൊക്കെ വിടുതലായി തീരുവാനും ഒക്കെ ഇടയായി. അതുപോലെ പല സഹോദരിമാരുടെയും ബുദ്ധിമുട്ടിലെ കർത്തദാസൻ ദേശമായിട്ട് സഹായിക്കുകയൊക്കെ ചെയ്തത് ഈ തരണത്തിൽ ഓർക്കുന്നു. പലരും കർത്താവിനെ അറിയുവാനും പലർക്ക് വിടുതലായി തീരുവാനും പല ഭവനങ്ങളിൽ കടന്നുപോയി അവിടെയൊക്കെ പ്രാർത്ഥിപ്പാനും അവരെയൊക്കെ വിളിക്കുവാനും അവരോടൊക്കെ സമ്പർക്കം പുലർത്തുവാനും ഒക്കെ കർത്താവിൻ്റെ ദാസിനെ കൊണ്ട് അവിടുന്ന് സഹായിച്ചു. എല്ലാം കൊണ്ടും കർത്താവിൻ്റെ ദാസനും ദാസി വളരെ അനുഗ്രഹവും വിടുതലുമായിരുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ അവരെ വേദനിപ്പിക്കുവാൻ പിന്നെയും ഞാൻ ആവർത്തിക്കുന്നില്ല. എന്നാൽ ഞങ്ങളുടെ സുഖദുഃഖങ്ങളിൽ, ഞങ്ങളുടെ സൗകര്യമാരുടെ സുഖദുഃഖങ്ങളിൽ ആശ്വാസം പകർന്നവരെ ചേർത്ത് പിടിച്ച് ഇത്രത്തോളം വഴി നടത്തുവാൻ കർത്താവിൻ്റെ ദാസിനെ ഇടയാക്കി. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ, ദൈവം അനുഭവിച്ചാൽ എവിടെ പോയാലും കർത്താവിൽ കീർത്തിയും പ്രശംസയുമായി തീരുവാൻ, പുകഴ്ചയുമായി തീരുവാൻ നീ സകല ജാതികളെക്കാളും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നുള്ള ആ വാഗ്ദത്ത വചനപ്രകാരം കർത്താവിൻ്റെ ദാസിനെ ഞങ്ങൾ അനുഗ്രഹിച്ച് അവിടുന്ന് ആശംസ പറയുന്നു. സഹോദരിമാരെ എല്ലാവരെയും പ്രതിനിധീകരിച്ച് അവരെല്ലാവരെയും കെയർ ഓഫിൽ ഞാനിവിടെ പല സഹോദരിമാരും ഇവിടെ വിശ്വാസത്തിൽ കടന്നു വരാത്തവരുടെ സഹോദരിമാരുടെയൊക്കെ പേരിവിടെ പറഞ്ഞാൽ സമയമെടുക്കും. അതുകൊണ്ട് അവർ എല്ലാവരുടെയും പേരിലുള്ള നന്ദിയും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ UPFKയുടെയും റീജന്റെയും ഒക്കെ പ്രവർത്തനങ്ങളിൽ കർത്താവിൻ്റെ ദാസിനോടൊപ്പം പ്രവർത്തിച്ചതും അതൊക്കെ അഡ്വൈസായി തീർന്നതും തൻ്റെ ദാസന്റെ ആ പ്രവർത്തനങ്ങളൊക്കെ വളരെ അനുഗ്രഹമായി തീർന്നു. ഈ തരണത്തിൽ എല്ലാവരുടെയും പേരിൽ ഒരു പ്രാവശ്യം കൂടെ നന്ദി സ്നേഹവും അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസിനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്. താങ്ക് യു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ സഭയുടെ ശുശ്രൂഷകരും വൈഫയുടെ പ്രസിഡന്റുമായ നമ്മുടെ പാസ്റ്റർ VT ജോയ് അവരും പ്രിയ പാസ്റ്റർ ആൻറ്റി, ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവങ്ങൾക്കും പ്രത്യേക സ്നേഹവന്ദനം അറിയിക്കുന്നു. നമ്മുടെ YPOയെ സംബന്ധിച്ച് ഈ 2023 മുതൽ 26 വരെയുള്ള കാലങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട സമയങ്ങളായിരുന്നു. നല്ല വിജയങ്ങൾ ദൈവം നമുക്ക് ദാനം ചെയ്ത സമയങ്ങളായിരുന്നു ഈ സമയങ്ങൾ. പ്രത്യേകിച്ചും ദൈവദാസന്റെ YPയോടുള്ള സമീപനം, YPക്ക് നൽകിയ സ്വാതന്ത്ര്യവും അതേസമയം നല്ല കർശനമായ ചില നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ ആ സഭയുടെ നല്ല നടത്തിപ്പിന് ഞങ്ങളോടുള്ള YPയോടുള്ള സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഒക്കെ ഭാഗമാണെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രിയ ദേവദാസന്റെയും ആൻറ്റിയുടെയും ഒക്കെ ആ സ്നേഹത്തോടു കൂടിയുള്ള പ്രാർത്ഥനയും നല്ല നിർദ്ദേശങ്ങളും ഈ 3 വർഷവും YPക്ക് അനുഗ്രഹമായിരുന്നു. ഈ കാലങ്ങളിൽ YPയുടെ ഉത്തരവാദിത്തങ്ങൾ വഹിച്ച എല്ലാ സഹോദരങ്ങൾക്കും അത് മനസ്സിലാക്കുവാനും നേരിട്ടറിയുവാനും ദൈവം കൃപ ചെയ്തു. ദൈവം ഇനിയും അയക്കുന്ന ഇടങ്ങളിൽ ദൈവദാസനെ അനേകർക്ക് അനുഗ്രഹമാക്കി ദൈവം നിർത്തട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും YPയുടെ നേതൃത്വത്തിൽ ഞങ്ങളത് ആശംസിക്കുകയും ചെയ്യുന്നു. ഒരു വാക്യം ഞാൻ ഈ സമയം ദൈവദാസനെ ഓർക്കുമ്പോൾ ദൈവാത്മാവിൽ തന്ന ഒരു വാക്യം ഞാൻ പറയുമായിരുന്നു. 1 തിമോഥെയോസിന്റെ ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യം. നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ, പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ തന്നെ ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണി. ദൈവദാസനെ കുറിച്ച് ഓർക്കുമ്പോൾ ആ എല്ലാവിധ മാന്യതയും ദൈവം
നൽകി ഇത്രത്തോളം അനുഗ്രഹിച്ചതിന് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഫെയർവെൽ മീറ്റിംഗ് തന്നെ ഒരുക്കിയത് ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. ആമേൻ. ആ ദൈവത്തിന്റെ കരുതലിനെ ഓർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് പാസ്റ്റർ വന്ന സമയത്തെയുള്ള ശുശ്രൂഷകൾ ശരിക്കും ഒരു ഇന്റലക്ച്വൽ ആയിട്ടുള്ള മെസ്സേജുകളായിരുന്നു. പ്രത്യേകിച്ച് പതിവായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരുന്ന മെസ്സേജുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പഴയ കാലത്തെ നല്ല എഴുത്തുകാരെ, നല്ല പുസ്തകങ്ങളെ, നല്ല തത്വജ്ഞാനികളെയൊക്കെ കുറിച്ചുള്ള അവരുടെ അവർ പറഞ്ഞ വാക്കുകളും അവരുടെ പുസ്തകങ്ങളും അതിലെ നല്ല ചിന്തകളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രസംഗങ്ങളായിരുന്നു പാസ്റ്ററുടെ ആദ്യത്തെ പ്രസംഗം വന്ന സമയത്തുള്ള. എന്നാൽ കാലങ്ങൾ മാറുന്തോറും അത് മാറ്റം വന്നുകൊണ്ടിരുന്നു. എന്നാലും അതൊക്കെ നല്ല അറിവും ഓർമ്മയുമായിരുന്നു. ഇനിയും അതുപോലെയുള്ള ചില നല്ല നിർദ്ദേശങ്ങൾ, നല്ല വാക്കുകളൊക്കെ മറ്റു തലമുറകൾക്ക്, യുവാക്കൾക്കൊക്കെ കഴിഞ്ഞു പോയ തലമുറകളിലുള്ള പ്രിയപ്പെട്ടവരൊക്കെ ഓർക്കാനും അറിയുവാനും നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെയുള്ള ഒരു അവസരമായി മാറുമെന്നുള്ള സന്തോഷത്തെ ഞാൻ അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. ദൈവം എല്ലാ നിലയിലും ദൈവദാസനെയും കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. താങ്ക് യു. Sunday school head pastor. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്ന് പകൽ വേളയിൽ ഈ പ്രകാരം അവസരം കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കാൻ ദൈവം വിലപ്പെട്ട അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിനെ സ്തുതിക്കുന്നു. വിശേഷാൽ ഇന്ന് പകൽ നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്ന കഴിഞ്ഞ 3 വർഷം ദേവസഭയുടെ ശുശ്രൂഷകനായി വിശിഷ്ട സേവ ചെയ്ത് കടന്നു പോകുന്ന ദേവദാസനും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. നാം ഒരുമിച്ച് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. നമ്മുടെ യുവജനം പ്രസ്താവന ചുമതല സഹോദരന്മാർക്കും പ്രത്യേക സൺഡേ സ്കൂൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കർത്തർദാസൻ നമുക്ക് തന്ന എല്ലാ എൻകറേജ്മെൻറ്റും നൽകിയ പിന്തുണയ്ക്കും കർത്തദാസൻ കുടുംബത്തിന് നന്ദി കയറ്റുന്നു. വരുന്ന വർഷം കർത്തദാസൻ കുടുംബത്തിന് ആയുസ്സും ആരോഗ്യം ദൈവം നൽകട്ടെ. കർത്തൃവേലയിൽ ശക്തമായി മുന്നേറിട്ട് എൻ്റെയും കുടുംബത്തിൻ്റെയും ഇവിടെ എല്ലാ സ്നേഹം അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചോദിച്ചു. അതായത് സിസ്റ്റേഴ്സിനെ റെപ്രസെന്റ് ചെയ്ത് സിസ്റ്റർ ഷൈനി ഷിബു. അതിനുശേഷം ജോയൽ ജെയിംസ്, അതിനുശേഷം ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. എബ്രായലേഖനം 13:7 നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുകയും അതുപോലെ അവരുടെ വിശ്വാസം അനുകരിപ്പീൻ. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇപ്രകാരം ഈ അനുഗ്രഹിക്കപ്പെട്ട ഫെയർവെൽ മീറ്റിങ്ങിൽ അടിയനും ഇപ്രകാരം ആയിരപ്പാത്ത കൊണ്ട് കർത്താവ് ഒരുക്കി തന്ന നല്ല സാവകാശത്തിനായി ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. കഴിഞ്ഞ 3 വർഷക്കാലം കർത്താവിൻ്റെ ദാസന്റെ കുടുംബത്തിലെ ദേശത്ത് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്തെടുക്കാൻ കർത്താവ് സഹായിച്ചു. കർത്താവിൻ്റെ ദാസന്റെ ശുശ്രൂഷ ഞങ്ങളുടെ സഹോദരിമാർക്കും വളരെ അനുഗ്രഹമായിരുന്നു, വിടുതലായിരുന്നു. ഞങ്ങളുടെ ലേഡീസ് മീറ്റിംഗിൽ കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജുകൾ പലപ്പോഴും കർത്താവിൻ്റെ ദാസൻ ഞങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇന്നും ഞങ്ങളുടെ മെമ്മറിയിൽ നിന്ന് പോകാതെ ഇപ്പോഴും ഞങ്ങൾ ഓർത്തിരിക്കുന്നു. അതുപോലെ കർത്താവിൻ്റെ ദാസിയെ പറ്റി പറഞ്ഞാൽ വന്ന ദിവസം മുതൽ ഈ ദിവസം വരെയും ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളെ കരുതുകയും ഞങ്ങളെ പ്രാർത്ഥനയിൽ വഹിക്കുകയും കർത്താവിൻ്റെ ദാസി ചെയ്തു. എന്നെ പോലെ തന്നെ പല സഹോദരിമാരും ചില അപ്രതീക്ഷിതമായ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ സമയങ്ങളുണ്ട്. ആ സമയത്ത് ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ കർത്താവിൻ്റെ ദാസനോട് കുടുംബത്തോട് ഷെയർ ചെയ്തപ്പോൾ ഞങ്ങളുടെ വിഷയങ്ങളുടെ മേൽ വളരെ ആത്മാർത്ഥതയോടെ ദേവദാസനും കുടുംബവും പ്രാർത്ഥിക്കുകയും ഞങ്ങളെ ഫോണിൽ വിളിക്കുകയും ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്ത നിമിഷങ്ങളെയൊക്കെ നന്ദിയോടെ ഈ സമയത്ത് ഓർക്കുകയാണ്. കർത്താവ് ധാരാളമായ പ്രതിഫലങ്ങളെ നൽകി നിങ്ങളെ മാനിക്കുമാറാകട്ടെ. എവിടെ പോയാലും കർത്താവ് അയക്കുന്ന ഇടങ്ങളിലെല്ലാം കർത്താവിൻ്റെ മഹത്വമുള്ള വേലയിൽ അധികമായി വർദ്ധിച്ചു വരുവാൻ കർത്താവ് സഹായിക്കട്ടെ. അനേക ആത്മാക്കളെ നേടുവാൻ തക്കവണ്ണം കർത്താവ് പിന്നെയും കരങ്ങളിൽ എടുത്ത് ഉപയോഗിക്കട്ടെ. അനേകർക്ക് ആശ്വാസം
ശക്തമായി നിലകൊള്ളുവാൻ ദേവദാസിനെ കുടുംബത്തെയും കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തലമുറയിലെ രണ്ടുപേരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. അതുപോലെ കർത്താവിന്റെ ദാസി വന്ന ദിവസം മുതൽ ഈ ദിവസം വരെ ആ സ്നേഹത്തിന് ഒരു കുറവ് സംഭവിക്കാതെ ഒരു ജ്യേഷ്ഠ സഹോദരിയെ പോലെ ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്തു. ഞങ്ങൾ ഈ സഹോദരിമാരെ ഞങ്ങൾ ഓരോരുത്തരും നന്ദിയോടെ ഓർക്കുകയാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടവരാണ്. തുടർന്നും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഈ സമയത്ത് അടിയന്റെ വ്യക്തിപരമായ അടിയന്റെ കുടുംബത്തിന്റെ പേരിലും അതുപോലെ LMLലെ ഉള്ള ഓരോ സഹോദരിമാരുടെ പേരിലുള്ള എല്ലാ ആശംസകളും നേരുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ തുടർന്നുണ്ടാകും. കർത്താവ് ദാസന കുടുംബവും അടിയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. Thank you. Joel James. Praise the Lord. The Lord bless you and keep you. Numbers 6 verses 24. Greetings to all of you in the matchless name of our Lord and Savior Jesus Christ. On behalf of the Sunday School, I have been given the privilege to talk about the Pastor Uncle and about the felicitation. Dear Pastor Uncle and Auntie, your leadership, love and dedication has been a great blessing to our church. For all that you have did us, thank you from our outmost of our heart. And through your teachings and guidance, you have brought us closer to God and you have made our faith more stronger. And to us in Sunday School, Pastor Uncle, trust me, you have been more than a pastor. You have been a lovely guide and a mentor, and you have encouraged us with kindness, and through Holy Spirit, you have brought us closer to God, and thank you for what you all did. And many of the children had the privilege to be baptized under you. Thank you, Pastor, for all that you have done for all these children. And Andy, thank you for your care and support for the Sunday School. We appreciate it. And in your presence, made the Sunday School feel more unique and special. And we sincerely thank you for both of you for your time, efforts, and dedication and prayers for the church and for us. Your love and your ministry has transformed many lives in this church, and we pray that you succeed in the life. And thank you for both of you. May God be with you wherever you go, and you have all our blessings from this church. Thank you. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ കൂടിയിരിക്കുന്നത് നമ്മുടെ ദേവദാസൻ, പ്രിയപ്പെട്ട ദേവദാസൻ എവി പാസ്റ്റർ ഷൈനി സിസ്റ്ററിൻ്റെ ഫെയർവെൽ കൂടാൻ വേണ്ടി അവനെ നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കമ്മിറ്റിയിലെ ദേവദാസൻ നമ്മുടെ ചെയർമാൻ പ്രസിഡന്റായിരിക്കുമ്പോൾ 2-3 കാര്യം ഞങ്ങൾ അനുഭവത്തിലൂടെ ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ദേവദാസന്മാരെ, പല ദേവദാസന്മാരെ കാണുന്നു, പല ദേവദാസൻ വന്നു പോകുന്നു. 2-3 കാര്യങ്ങൾ ദേവദാസനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. സൈനുള്ളത് പറഞ്ഞതുപോലെ അവർ ജീവിച്ചിരിക്കുമ്പോൾ അവിടെ കാര്യങ്ങൾ പറയുന്നത് നല്ലതാണ്. ഒന്നാമത്തെ ഞങ്ങൾക്ക് കിട്ടിയ ഭാഗ്യം, സാൽമേല് ഞങ്ങൾക്ക് ഫെയർവെൽ നടത്തുവാൻ ദൈവം സഹായിച്ചു. ഞങ്ങളെ കൂടുതൽ സ്നേഹിക്കുന്നതാണോ, ദേവദാസൻ സ്നേഹിക്കുന്നതാണോ, ദൈവം അങ്ങനെ അവസരം അടിയന്റെ വീട്ടിൽ വെച്ച് ഞങ്ങളെല്ലാവരും കൂടി നല്ലൊരു ഫെയർവെൽ നടത്തുവാൻ ദൈവം ഒരു അവസരം തന്നു. രണ്ടാമത്തെ കാര്യം എനിക്ക് ദേവദാസനെ കുറിച്ച് പറയാനുള്ളത്, വചനം തീർത്ത് പറയുന്ന ഒരു ദേവദാസൻ. പ്യൂർ ഡോക്ടറിനാണ് കഴിഞ്ഞ 3 വർഷം ദേവദാസൻ പറഞ്ഞത്. വലിയ
പ്രസംഗം, തീപ്പൊരി പ്രസംഗങ്ങളൊന്നും ദേവദാസൻ പ്രസംഗിച്ചിട്ടില്ല. പക്ഷേ പ്രസംഗിക്കുന്ന ആഴമായ ദൂതുകൾ അത് ഏറ്റെടുത്ത് ഞാൻ ഓർക്കുന്നു. പല മീറ്റിങ്ങുകളും, പ്രത്യേകിച്ച് തിങ്കളാഴ്ച മീറ്റിങ്ങിലൊക്കെ അധികം ആൾക്കാരൊന്നുമില്ല, പക്ഷെ ചില വചനങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് കീറി വരുന്ന പോലെ ചില സമയത്ത് അവിടെ നിന്ന് കരയാൻ തോന്നും. എന്താ കാര്യം? ദേവദാസനെ ഏൽപ്പിച്ച ദൗത്യം 3 വർഷം ദൈവം ആഗ്രഹിക്കുന്ന പോലെ തന്നെ നടന്നു. എന്താണ് ദേവദാസന്മാരുടെ ഉത്തരവാദിത്തം? ഇവിടെ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നിത്യതയെ കാണണം ദേവദാസന് വലിയ താല്പര്യമാണ്. അങ്ങനെയാണ് ദേവദാസൻ ഈ 3 വർഷമായത്. പൗലോസിന്റെ ഒരു ഭാരം, പൗലോസ് ഭയപ്പെടുന്ന പല വിഷയങ്ങളുണ്ട്. ആ ഒരൊറ്റ വിഷയത്തിന് പൗലോസ് ഭയപ്പെടുത്തുള്ളൂ. എന്റെ ദൈവമക്കൾ ആ ലേഖനങ്ങളൊക്കെ എഴുതുമ്പോൾ പൗലോസിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. നിത്യത ഇവിടെ എല്ലാം എത്തണം. ദേവദാസൻ വചനം സംസാരിക്കും. അതാണ് ദൈവമക്കളെ നമുക്ക് ആഗ്രഹം. വന്ന് നമ്മളെ കുറിച്ച് നല്ല കാര്യം പറഞ്ഞ് നമ്മുടെ കൂടെ നിന്ന് സംസാരിക്കും. ഇതൊന്നും എന്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഞാൻ പറയണം. ദൈവമക്കളെ ഏൽപ്പിച്ച ദൂത് ശക്തമായിട്ട് അത് ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുത്തില്ലായിരിക്കാം, പക്ഷേ ദൈവം നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഇതുപോലത്തെ ദൂതുകൾ ദേവദാസന്മാരെ നമ്മുടെ സഭ വരുന്നത്. ഈ ദിവസങ്ങൾ നമ്മൾ ഒന്നിച്ച് അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കുകയും സഹായിക്കട്ടെ. രണ്ടാമത്തെ കാര്യം പറയേണ്ടത് കാര്യമാണ്. ഒരു പാർഷ്യാലിറ്റി, വലിയവനായാലും ചെറിയതായാലും ഒരു വ്യത്യാസമില്ലാത്ത ദേവദാസന്റെ ഇടപെടൽ അതൊരു നല്ലൊരു ഗുണമാണ്. നമുക്കെല്ലാവർക്കും, നമ്മളാരും കൊച്ചുമില്ലാതെ എല്ലാവർക്കും അറിയാം, പക്ഷേ ദേവദാസന്റെ ഒരു സ്വഭാവം എടുത്തു പറയേണ്ടതാണ്. മൂന്നാമത്തെ കാര്യം, എല്ലാവരുമായിട്ട് പേഴ്സണലായിട്ട് ഇടപെടും. പല ക്യാമ്പിലായാലും കൊള്ളാം, ദേവദാസൻ സഹോദരന്മാരെ ആയാലും കൊള്ളാം, പലയിടത്തും ഇടപെടുകയും സംസാരിക്കുകയും അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട്. എനിക്ക് വളരെ സന്തോഷമുള്ളത് അദ്ദേഹത്തിന് കൊടുത്ത 2 തലമുറ. ഞാൻ പ്രത്യേകം പലവട്ടം ദേവദാസനടുത്ത് പറഞ്ഞു. അഭിഷേകിനെ കുറിച്ച് ഞാൻ ഈ പറയുന്നു. ആ മോന്റെ പാട്ടൊന്ന് വെറും പാട്ടല്ല, മോന് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. വരുന്ന ദിവസങ്ങളൊക്കെ നമ്മൾ കേൾക്കേണ്ടത്, നമ്മൾ പാട്ട് പാടുമ്പോൾ തന്നെ വിടുതലിന്റെ ശുശ്രൂഷ നടക്കേണ്ട ഒരു മകനാണ്. അവന് പാട്ട് പാടുമ്പോൾ ഒരു അഭിഷേകം ആ പാട്ടിലുണ്ട്. ഇതൊക്കെ ദേവദാസനെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ്. അത് നമുക്ക് തന്നെ നമുക്ക് ദൈവം തന്നു. അതിൽ വളരെ ഈ സഭ വളരെ അനുഗ്രഹിക്കപ്പെട്ടതാണ്. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്ക് കൂടുതലൊന്നും പറയാനില്ല, ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. പാസ്റ്റ് 3 വർഷം ഇവിടെ ഉണ്ടായപ്പോൾ കല്ലടയെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കേട്ടു. നമ്മൾ പോയില്ലെങ്കിൽ കല്ലടയെ കുറിച്ച് ഒത്തിരി കേട്ടില്ല അവിടെ. പക്ഷേ ദൈവദാസൻ ചെല്ലുന്നിടത്തൊക്കെ ഇവിടുത്തെ നല്ല കാര്യങ്ങളൊക്കെ അവിടെയും ചെന്ന് പറയാം. അപ്പം ഞങ്ങൾക്കൊരു സന്തോഷമുണ്ട്. അപ്പം അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഒത്തിരി കാര്യം പറയാൻ കാണും, അതെല്ലാം നല്ല കാര്യങ്ങൾ പറയട്ടെ. പ്രത്യേകിച്ച് സിസ്റ്റർ ഷൈനി സൃഷ്ടിയെ കുറിച്ച് ഒരു വാക്കോടും പറഞ്ഞോട്ടെ. ദേവദാസന്റെ സൃഷ്ടി അനുഗ്രഹിക്കും. ഒരു ദേവദാസന്റെ സൃഷ്ടി അനുഗ്രഹിക്കുന്ന ആരാന്നറിയാമോ? ദേവദാസി. കൂടുതലൊന്നും സംസാരിച്ചിരിക്കില്ല, വളരെ ആവശ്യമുള്ള കാര്യങ്ങൾ സംസാരിക്കും. എത്ര നല്ല സ്വഭാവമാണെന്നറിയാമോ? എനിക്ക് ദേവദാസിനെ കൂടെ സ്ട്രേറ്റ് ഫോർവേഡ് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. നമ്മുടെ കൊറോണ സമയത്ത് ദേവദാസൻ വന്നപ്പോൾ വിസയുടെ പ്രശ്നങ്ങളൊക്കെ ഒത്തിരി വന്നു കേട്ടോ. സിസ്റ്ററിനെ എങ്ങനെ കൊണ്ടുവരും? സിസ്റ്ററിനെ കൊണ്ടുപോയി വീണ്ടും 1500 2500 ദിനാറ് കൊടുക്കണം ഇനിയും കൊണ്ടുവരണമെങ്കിൽ. ഞങ്ങൾ കമ്മിറ്റിയെ കൂടി എന്ത് ചെയ്യും? ഒരു ദിവസം ഞാൻ ഈ ഓഫീസിൽ ഇരുന്ന ദേവദാസൻ നമ്മളിങ്ങനെ സംസാരിച്ചു. ഞാൻ എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ദേവദാസൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ ദേവദാസിനെ മനോഭാവനാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ ദേവദാസന്മാർ ആരായിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ വിളിച്ചു. ഞാൻ പറഞ്ഞു, വിസിറ്റിംഗ് വിസ നമുക്ക് എടുക്കാം. ഓക്കെ. ഞാൻ പറഞ്ഞു, ഞാൻ എടുക്കുവാണെങ്കിൽ എന്തോ പറയേണ്ടത്, വിസിറ്റിംഗ് ഞങ്ങൾ ഒഫീഷ്യൽ കാര്യത്തിന് വേണ്ടി വരുവാണെന്ന് പറഞ്ഞ് എനിക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. എനിക്ക് എഴുതിയാൽ കിട്ടും. ദേവദാസൻ പറഞ്ഞു, വേണ്ട ഫിലിപ്പ്, അങ്ങനെ ഒരു വിസിറ്റ് വിസ എനിക്ക് വേണ്ട. നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത്? വേറെ ആരും ഓക്കെ എടുത്തോ, കിട്ടുമല്ലോ 2 മാസം 2-3 മാസം. പാസ് പറഞ്ഞു. ഇതെന്നെ ഒത്തിരി ചലിപ്പിച്ചു ആ ദേവദാസിനെ കുറിച്ച്. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാനൊരു ശനിയാഴ്ച രാവിലെ എടുത്തപ്പോൾ എന്നോട് ദേവദാസൻ ഇടപെടോ. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു പറഞ്ഞു, ഞാൻ പേരെന്ന് പറയുമ്പോൾ വിളിച്ചു പറഞ്ഞു, എനിക്കൊരു വിസ വേണം, വിസിറ്റ് വിസ. ഫിലിപ്പെ, വിസിറ്റ് വിസ ഒന്നും ഞാൻ കൊടുക്കുന്നില്ല, വേണമെങ്കിൽ 2 വർഷത്തേക്ക് വിസ അടിച്ചു തന്നില്ല. ഞാൻ പറഞ്ഞു, അയ്യോ ആണോ? അപ്പം തന്നെ വിസ എല്ലാം കൂടെ 2 ദിവസം വിസ കിട്ടും. ഇത് നമ്മുടെ എന്നെ എടുക്കുന്നതല്ല, ദേവദാസിന്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിച്ച ദൈവം. ഞാൻ പറഞ്ഞു, നമ്മുടെ ദേവദാസിന്റെ ക്വാളിറ്റിയെ ഞാൻ വിളിച്ചു പറയുന്നു. നമ്മൾ ഈ ദിവസം ആഗ്രഹിക്കുന്നത്, നമ്മളെ വന്നിട്ട് നല്ല കാര്യം പറഞ്ഞു അവനെ, ഇതൊന്നുമല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. നല്ല ആ ദൈവ സ്വഭാവമുണ്ട്. ആ പക്വതയോടെ ഒരു സഭ നയിക്കുവാനുള്ള കൃപ ധാരാളമായി കൊടുത്തിട്ടുണ്ട്. നമ്മൾ
പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കും. എവിടെ ചെന്നാലും കർത്താവിന്റെ വരവെടുത്തു കണക്ക് കൊടുക്കേണ്ട ദേവദാസിന് സഭയ്ക്ക് ഇത്രയും മക്കളുടെ കണക്ക് കൊടുക്കേണ്ടത് നമ്മുടെ ദേവദാസിന് അവിടെ കൊണ്ട് കൊടുക്കേണ്ടത്. അത് പൂർണ്ണ ബോധത്തോടെ കഴിഞ്ഞ് 3 വർഷം ഇവിടെ ഉണ്ടായിരുന്നു. ദൈവം ധാരാളമായി കുടുംബത്തെ അനുഗ്രഹിക്കുക. എവിടെ ചെന്നാലും ദൈവം ധാരാളം അനേക ആത്മാക്കളെ നേടുവാനൊക്കെ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ കമ്മിറ്റിയിലൊക്കെ വളരെ ശക്തമായിട്ട് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അത് തന്നെ ഗൗരവമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അതൊക്കെ ഏത് വലിയവരായാലും ചെറുതായാലും സമ്മതിക്കാൻ പറ്റുന്നു. ദേവദാസിന് ഫുൾ ഫ്രീഡം കഴിഞ്ഞ് 3 വർഷം നമ്മൾ കൊടുത്തു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സമയം തന്ന സെക്രട്ടറി നമ്മുടെ ഫിലിപ്പ് ബ്രദറിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മുടെ ഫെലിസിറ്റേഷൻ്റെ ടൈം കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ വളരെ ശ്രദ്ധയോടെ കേൾക്കുകയാണ്. എല്ലാവരും നന്നായിട്ട് ദേവദാസിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റി നല്ല ഒബ്സർവേഷൻ വളരെ നിങ്ങൾ ഒബ്സർവ് ചെയ്തത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. 1-2 കാര്യങ്ങൾ ശിവർ പറഞ്ഞ പോലെ ഈ 3 വർഷത്തെ കമ്മിറ്റി മീറ്റിംഗ്സ് ഇതിന് മുന്നേ അങ്ങനെ തന്നെയാണ് നമ്മൾ സാധാരണ കേൾക്കുന്നത്. ഇന്നൊരു കറക്ഷന് വേണ്ടി ഞാൻ പറയുകയാണ്. നമ്മുടെ സഭകളിൽ ഈ ദേവദാസന്മാർ ചില നാട്ടിലെ അനുഭവമായിരിക്കും പറയുന്നത്. കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര വഴക്കും അങ്ങനെ. ഈ കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാം വിളിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് അറിയണം, നമ്മുടെ സഭയിലെ ഒരു കമ്മിറ്റി പോലും ഈ കഴിഞ്ഞ ലാസ്റ്റ് 3 years ദേവദാസൻ അറിയാം ഒറ്റ കമ്മിറ്റിയിൽ പോലും ഒരു വാക്കുതർക്കമോ വഴക്കോ ഉണ്ടായിട്ടില്ല. പലപ്പോഴും ചിരിച്ച് സന്തോഷത്തോടെ പിരിഞ്ഞിട്ടുണ്ട്. അതുപോലെ വേറൊരു കാര്യം പറയാനുള്ളത് ദേവദാസൻ പ്രാർത്ഥിക്കും. സഭ കമ്മിറ്റി മീറ്റിങ്ങിന് വരെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ചില സമയത്ത് പാട്ട് പാടി ആരാധിച്ചാണ് തുടങ്ങാറുള്ളത്. അപ്പോൾ ഇനി വരുന്ന കാലങ്ങളിൽ കമ്മിറ്റി കാളികളുടെ ഒരു കൂട്ടമാണ്. നിങ്ങൾ ആരും വിചാരിച്ച് കമ്മിറ്റിയിൽ വരാതിരിക്കൽ. എല്ലാവരും ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അതുപോലെ ഈ സഭയിൽ നിങ്ങൾ എല്ലാവരും 3 വർഷവും വളരെ ഉത്സാഹത്തോടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. മീറ്റിംഗ്സിന് വന്നു, ദേവദാസിന്റെ മെസ്സേജ് കേട്ടു. ഇതൊക്കെ വളരെ സന്തോഷകരമാണ്. ഒരു സഭ നന്നായിട്ട് പോയത് എല്ലാവരുടെയും ഉത്സാഹത്തോടുള്ള പാർട്ടിസിപ്പേഷനാണ്. എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ എല്ലാവരും പറഞ്ഞു. എനിക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചില പേഴ്സണലായിട്ടുള്ള ചില അനുഭവങ്ങളുണ്ട്. ഷെയർ എല്ലാം നല്ലതാണ്. നല്ലത് മാത്രമേ പറയാനുള്ളൂ. തുടർന്ന് നാളുകളിലും ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്ക് ദേവദാസിന്റെ കൊടുക്കാൻ നമുക്ക് ഒരിക്കലും ഈ സർവീസിന് ഈ സഭയ്ക്ക് ചെയ്യുന്ന സർവീസ് നമ്മൾ പലപ്പോഴും ഒരു മെസ്സേജിന് മുന്നിലുള്ള കാര്യങ്ങൾ നമ്മൾ കാണാറില്ല. ഒരുപാട് നേരത്തെ പ്രാർത്ഥനയും കണ്ണുനീരും ദൈവത്തോടുള്ള അപേക്ഷ കഴിഞ്ഞിട്ടാണ് ഒരു മെസ്സേജ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇതിനൊന്നും പ്രതിഫലം കൊടുക്കാൻ പറ്റത്തില്ല. ആരും സാലറി ഒരു പ്രതിഫലമായിട്ട് അങ്ങനെ വിചാരിക്കില്ല. ഈ നമ്മളിന്ന് ഉദ്ദേശിക്കുന്ന പ്രതിഫലവും ഇതിനൊന്നും പര്യാപ്തമല്ല. എന്നാൽ ഔദ്യോഗികമായിട്ട് നമ്മൾ പ്രതിഫലം കൊടുക്കണമല്ലോ. അങ്ങനെയുള്ള സമയമാണ്. ഗിഫ്റ്റിന്റെ പ്രസന്റേഷന് വേണ്ടി ക്ഷണിക്കുന്നു. ആദ്യമായിട്ട് LMന്റെ ഭാഗത്തുനിന്ന് സിസ്റ്റർ ഷൈനി സിസ്റ്ററിന് വേണ്ടിയുള്ള ഗിഫ്റ്റ് LMന്റെ ഭാഗത്തുനിന്ന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അതിന് സിസ്റ്റർ ഷെറിൻ മാത്യു ആൻഡ് സിസ്റ്റർ ബിന്ദു പ്രമോദിനെ ക്ഷണിക്കുന്നു. രണ്ടുപേരോടെ വന്ന ഗിഫ്റ്റ് നൽകുന്നതായിരിക്കും. ഷൈനി സിസ്റ്റർ അത് ഏറ്റെടുത്ത് വാങ്ങിച്ചാൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഞാൻ ഈ മൊമെൻറ്റം എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊന്ന് വായിക്കാൻ. ഇവിടെ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ അത് തന്നെയാണ്. ആക്ച്വലി ഡിസേർവ്സ് വാട്ട് ഈസ് റിട്ടൺ ഹിയർ. Church of God Full Gospel in India, Ahmadi, Kuwait, presented to our dear pastor Abby T. John. You came to us as a faithful servant of God and accomplished 3 fruitful years of God's ministry. You have sown seeds of faith, hope, and love deep into our hearts. You have preached the sound doctrine with clarity and conviction, guided us with wisdom and gentleness, and stood with us through both our joys and trials. Your dear wife and faithful partner in ministry has been a great strength and a blessing to each of us. We deeply treasure your 3 years of devoted service, your love for souls, your unwavering commitment to the congregation,
Lord bless you and keep you. The Lord make his face shine on you and be gracious to you. The Lord lift up your countenance on you and give you peace. May you fill every vision and complete the good work that God has entrusted into your hands. Go forth in his strength, and best is yet to come. By the believers, Church of God, Full Gospel in India, Ahmadi, Kuwait, 30th March 2026. God bless. അടുത്തായിട്ട് സഭയുടെ ഗിഫ്റ്റ് കൊടുക്കുവാനായിട്ട് കൈമാറുവാനായിട്ട് ബ്രദർ സൈജു. ഇനി നമുക്ക് പാസ്റ്ററിൻ്റെ അതുപോലെ സയൻസസിൻ്റെ റിപ്ലൈ മെസ്സേജാണ്. ആദ്യമായിട്ട് ഷൈനി സിസ്റ്ററിൻ്റെ മെസ്സേജ് ആക്ഷൻ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ചർച്ചിൻ്റെ സെക്രട്ടറി പ്രിയ ഫിലിപ്പ് ബ്രദർ, എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹമെന്ന് അറിയിക്കുന്നു. കഴിഞ്ഞ 3 വർഷക്കാലം നിങ്ങളോട് ചേർന്ന് ആത്മീയ കൂട്ടായ്മകൾ പങ്കെടുക്കുവാൻ, ഈ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ ഈ രാജ്യത്ത് ദൈവസഭയിൽ കടന്നു വരുവാൻ കർത്താവ് ഞങ്ങളെ പ്രാപ്തനാക്കിയ ദൈവത്തിന് സകല മഹത്വവും മാനവും സ്തോത്രവും സ്തുതിയും എല്ലാം അർപ്പിക്കുന്നു. നിങ്ങൾ ഞങ്ങളെപ്പറ്റി പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും ഒത്തിരി സന്തോഷം. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ സുവിശേഷ വേലയുടെ 25 വർഷം പൂർത്തിയാകുവാൻ കഴിഞ്ഞ ദിവസം കർത്താവ് സഹായിച്ചു. ജെയ്സൺ ബ്രദർ വീഡിയോ പ്രസൻറ്റേഷനോട് പറഞ്ഞതുപോലെ ഞങ്ങളുടെ പല അനുഭവങ്ങളും ഇവിടെ പങ്കുവയ്ക്കപ്പെട്ടു. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഞാനും ഈ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ എനിക്കും ഇങ്ങനെ പൂർണ്ണമായിട്ട് സുവിശേഷ വേല ചെയ്യണമെന്നുള്ള വലിയൊരു താല്പര്യമൊന്നും ഇല്ലാത്ത വ്യക്തിയായിരുന്നു. പക്ഷേ എൻ്റെ ഇഷ്ടങ്ങളെല്ലാം ദൈവം തടഞ്ഞിട്ട് കർത്താവിൻ്റെ ഇഷ്ടത്തിലേക്ക് എന്നെ പാകപ്പെടുത്തിയെടുത്ത ഒത്തിരി സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് 2001 മുതൽ പൂർണ്ണമായിട്ട് 2001 ജനുവരി 26-ാം തീയതി അഹമ്മദാബാദിലുണ്ടായ ആ ഭൂകമ്പത്തിൽ ഞങ്ങൾ മരണപ്പെട്ടു പോകാമായിരുന്ന ആ സാഹചര്യത്തിൽ അവിടെ ഗ്രൗണ്ടിൽ ഇങ്ങനെ 15 ദിവസത്തോളം ഞങ്ങളുടെ ബിൽഡിങ്ങിൽ കയറുവാനോ ഒന്നും കഴിയാതെ മലയാളികളെല്ലാം ഒരുമിച്ച് ആ മൈതാനത്ത് ഇങ്ങനെ ഞങ്ങൾ വെളിയിൽ പാർത്ത ആ സാഹചര്യത്തിൽ കർത്താവിനോട് ഇടപെടുവാൻ ഇടയായി തീർന്നു. കർത്താവ് ആഴമായിട്ട് സംസാരിച്ചു. അങ്ങനെയാണ് ദൈവ വേലയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കപ്പെടുകയും നാട്ടിലേക്ക് കടന്നു വരികയും 2001 മുതൽ വിവിധ സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ആവോളം പ്രവർത്തിപ്പാൻ ദൈവം കൃപ നൽകി. ഇന്നയോളം കർത്താവ് നടത്തി. അതുപോലെ 2 ചർച്ചുകളിൽ നാട്ടിലായിരിക്കാനും അവിടെയും ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ദൈവസഭകളെ ദൈവമക്കളെ തന്നത്. ഇവിടെ കടന്നു വന്നപ്പോഴും അതുപോലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ ഞങ്ങൾക്ക് ദൈവദാനമായിട്ട് തന്നു. ഒത്തിരി സന്തോഷമുണ്ട്. ഒത്തിരി ജ്യേഷ്ഠ സഹോദരങ്ങളെ പോലെ ഞങ്ങളെ സ്നേഹിച്ചവർ, ഞങ്ങളുടെ സെയിം ഏജിലുള്ള പ്രിയപ്പെട്ടവർ, അനുജന്മാർ, അനുജത്തിമാർ, അതുപോലെ കുഞ്ഞുങ്ങൾ ഒത്തിരി പ്രിയപ്പെട്ടവരായിരുന്നു. കുഞ്ഞുങ്ങൾ ഞങ്ങൾ ചെല്ലുമ്പോൾ ഭവനത്തിൽ ചെല്ലുമ്പോഴും അതുപോലെ ഇവിടെ കടന്നു വരുമ്പോഴൊക്കെ അവരുടെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം ഒരിക്കലും മറന്നു പോകാനിട പറ്റത്തില്ല. അത്രമാത്രം സ്നേഹം, കരുതൽ, ദൈവസഭയുടെ കരുതലൊക്കെ ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരുന്നു. നിങ്ങളുടെ ആത്മാർത്ഥമേറിയ പ്രാർത്ഥന ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരുന്നു. തുടർന്നും കടന്നു പോകുന്ന സ്ഥാനത്തും കർത്താവിൻ്റെ കൃപ പകരട്ടെ. ഫിലിപ്പ് ബ്രദർ പറഞ്ഞു, കടന്നു പോകുന്ന സ്ഥാനത്തും കുവൈറ്റിനെ പറ്റി നല്ല കാര്യങ്ങളൊക്കെ പറയണമെന്ന്. ഞങ്ങളുടെ 2 ചർച്ചകളിലും അതുപോലെ ഇരുന്ന സ്ഥാനത്തൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഇന്നും ഞങ്ങളുടെ ഓർമ്മയിൽ നിൽക്കുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെയുള്ള ദൈവമക്കൾ എല്ലാവരും അകമഴിഞ്ഞ് ഞങ്ങളെ
ബഹുമാനിച്ചു, സ്നേഹിച്ചു, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ കരുതി. ഒരു മാതാപിതാക്കൾ സ്നേഹിക്കുന്നത് പോലെ, സഹോദരങ്ങളെ സ്നേഹിക്കുന്നത് പോലെ ഞങ്ങൾക്ക് വേണ്ടി എല്ലാ കരുതലുകളും തന്ന് സഹായിച്ച, ഞങ്ങൾ പ്രാർത്ഥനാ സഹായം അതുപോലെ എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്ന എല്ലാ ദൈവമക്കളോടുമുള്ള അകമഴിഞ്ഞ സ്നേഹത്തെ പറയുന്നു. നിങ്ങൾ പറഞ്ഞതിൻ്റെ അത്രയൊന്നും നല്ല കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾക്കറിയാം. അതൊന്നും അത് തീർച്ചയായിട്ടും അറിയാം. കർത്താവ് അയക്കുന്ന സ്ഥാനത്ത് ഒരു കാര്യം മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ, വിശ്വസ്തയോടെ കർത്താവിൻ്റെ വേല ചെയ്യണം. ഞങ്ങൾ നാട്ടിലായിരുന്നപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു 2 ചർച്ചകളുമുള്ളത്. അപ്പോൾ ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു, മലബാറിൻ്റെ പ്രദേശത്ത് ഞങ്ങൾ സുശിഷ്യവരോടുള്ള ബന്ധത്തിൽ പോയിട്ടില്ല, ആ സ്ഥലത്തേക്ക് പോകണമെന്നൊരു ആഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. 6 മാസത്തിന് മുൻപേ തന്നെ ഒരു ദൈവശബ്ദം ദൈവവചനത്തിലൂടെ ഇടപെടുവാനും ഇടയായി തീർന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി തീർച്ചയായിട്ടും കർത്താവ് അയക്കുന്നത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടെയാണ്. ഇവിടോട്ട് കടന്നു വരാൻ ആഗ്രഹിച്ച സമയത്ത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി കടന്നു വന്നു. ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമോ എന്ന് ചിന്തിച്ച വലിയൊരു പ്രയാസമാണ് എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. കർത്താവിൻ്റെ ദാസൻ ഇത് പലപ്പോഴും ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അത്ഭുതകരമായ ഒരു ദൈവിക വിടുതൽ അനുഭവിച്ചറിയുവാനും ഞങ്ങൾക്ക് സമാധാനത്തോടെ ഈ രാജ്യത്ത് കടന്നു വരുവാനും നിങ്ങളുടെ എല്ലാം സന്തോഷമുള്ള മുഖം കാണുവാനും നിങ്ങളുടെ കരുതലുകൾ, സ്നേഹങ്ങൾ, പ്രാർത്ഥനകളൊക്കെ അനുഭവിക്കുവാനും കർത്താവ് കൃപ ചെയ്തു. നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ കടന്നുപോയാലും ഞങ്ങളുടെ ദൈവമക്കളെല്ലാം, പഴയ ദൈവമക്കളെല്ലാം തന്നെ ഞങ്ങളുടെ ദൈവമക്കൾ ഇപ്പോൾ തന്നെയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ കടപ്പെട്ടവരാണ്. എല്ലാത്തിനും നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി പറയുന്നു. പ്രത്യേകിച്ച് എല്ലാമിൻ്റെ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. ഷെർണാൻഡിയോട്, ബിന്ദു സിസ്റ്ററോടൊക്കെ ചേർന്ന് എല്ലാ സഹോദരിമാരോടും ചേർന്ന് പ്രവർത്തിപ്പാൻ കർത്താവ് കൃപ നൽകി. നിങ്ങൾ നൽകിയ എല്ലാ നന്മകൾക്കും ഉപകാരങ്ങൾക്കും നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അപേക്ഷിച്ച് എൻ്റെ വാക്കുകളെ ചുരുക്കും. ഒരു ഗാനം നമുക്ക് 2 വരികൾ ചേർന്ന് പാടി കർത്താവിന് സഭയുടെ സെക്രട്ടറി, ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷൻ ഫിലിപ്പ് ജോൺ ബ്രദർ, ദൈവസഭ കമ്മിറ്റി മെമ്പേഴ്സ്, ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സ്, എല്ലാ സഹോദരി സഹോദരന്മാർക്കും കുഞ്ഞുങ്ങൾക്കും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. കഴിഞ്ഞ 3 വർഷം ഈ അനുഗ്രഹിക്കപ്പെട്ട സഭയുടെ ശുശ്രൂഷയിലായിരിക്കാൻ കർത്താവ് ഞങ്ങൾക്ക് നൽകിയ അവസരങ്ങളെ ഓർത്ത് സകല മഹത്വവും സകല പുകഴ്ചയും കർത്താവിന് അർപ്പിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, എങ്കിലും അതിനുള്ള സമയം നമ്മുടെ മുമ്പിലില്ല. കാച്ചി കുറുക്കിയ കുറച്ച് വാക്കുകൾ മാത്രമേ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ. വിശാലമായിട്ട് പറയണമെന്ന് താല്പര്യമുണ്ടെങ്കിലും അതിന് കഴിയുന്നില്ല. ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് പുറകോട്ട് നോക്കുമ്പോൾ ദൈവം എനിക്ക് നൽകിയതെല്ലാം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതാണ്. അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കൾ, അനുഗ്രഹിക്കപ്പെട്ട ഭാര്യ, അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ, അനുഗ്രഹിക്കപ്പെട്ട സഭകൾ, മാർനാട്, കല്ലട, അതുപോലെ ഇവിടെ വേർപെട്ട സഭകൾ ഉള്ളപ്പോൾ, ചർച്ചകളുടെ തന്നെ 3 സഭകളുള്ളപ്പോൾ അതിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സഭ നൽകി കർത്താവ് ആദരിക്കുവാനിടയായി തീർന്നു. ദൈവം തന്നതെല്ലാം ഏറ്റവും നല്ലതായിരുന്നു. അതിന് കർത്താവിന് നന്ദി പറയുകയാണ്. ഞാൻ വരുന്ന സമയത്ത് 1 വർഷം തനിയെ ഉണ്ടായിരുന്നുള്ളൂ.
എനിക്ക് ശാരീരികമായി വളരെ പ്രയാസമുള്ള സമയത്താണ് ഞാൻ ഇവിടേക്ക് വരുന്നത്. എനിക്ക് സോക്സ് പോലും സ്വന്തമായിട്ട് ഇടാനായിട്ട് കഴിയാത്തൊരു സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് ചില നാളുകൾ താമസിക്കുക എന്നുള്ളത് എനിക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും വളരെ വേദനാജനകമായിരുന്നു. എന്നാൽ ഈ ഞാൻ ഒറ്റയ്ക്കുള്ള സമയങ്ങൾ ഒറ്റയ്ക്കാണെന്നുള്ള ഒരു തോന്നൽ ഉണ്ടാകാത്ത നിലയിൽ എൻ്റെ പ്രിയ സഹോദരങ്ങൾ, ദൈവസഭ വളരെ ആത്മാർത്ഥമായിട്ട് എന്നെ കരുതുകയും ശുശ്രൂഷിക്കുകയും ചെയ്തു. രാത്രി യാമങ്ങളൊക്കെ ഒരുപാട് സമയം എൻ്റെ കൂടെ ഇരിക്കുകയും ഞാൻ പോകേണ്ടുന്ന ഇടങ്ങളിൽ എന്നെ വളരെ സുരക്ഷിതമായിട്ട് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്ന ഒത്തിരി അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. അത് ഞാൻ പ്രത്യേകം ഓർക്കുകയാണ്. വന്ന സമയം മുതൽ ഇതുവരെ, പ്രത്യേകിച്ച് വന്ന സമയത്ത് ആഹാര ക്രമീകരണങ്ങൾ എനിക്ക് വളരെ പ്രയാസമാണ്. ഫുഡ് ഉണ്ടാക്കാൻ ഞാൻ അങ്ങനെ ശീലിച്ചിട്ടില്ല. എനിക്ക് മൂത്ത 2 സഹോദരിമാർ പിന്നെ ഷൈനി ഇങ്ങനെ ചെയ്തതുകൊണ്ട് ഒരു ചായ പോലും ഇടേണ്ടുന്ന അവസരം ഉണ്ടായിട്ടില്ല. പക്ഷേ എങ്ങനെ ആണ് എന്ന് ഞാൻ ചിന്തിച്ചു. വളരെ വിഭവസമർത്ഥമായ ആഹാരം ധാരാളം ദൈവമക്കൾ പാഠശാലയിലേക്ക് കൊണ്ടുവരികയും ധാരാളം നിങ്ങളുടെ സ്നേഹവും കരുതലും അനുഭവിക്കാനായിട്ട് കർത്താവ് സാവകാശമൊരുക്കുകയും ചെയ്യുവാനിടയായി. അതുപോലെ ഫിലിപ്പർ പറഞ്ഞതുപോലെ ഷൈനി വരാനുള്ള സാഹചര്യങ്ങളൊക്കെ പ്രതിസന്ധിയിലായിരുന്നു. കമ്മിറ്റിയിലെ പല കാര്യങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കുവാനിടയായി. എന്നാൽ തക്ക സമയത്ത് പ്രിയ ഫിലിപ്പ് ബ്രദർ ആ വിഷയത്തിൽ ഇടപെടുകയും സമാധാനത്തോടെ ഷൈനിക്ക് ഇവിടെ വരുവാൻ തക്കവണ്ണമുള്ളൊരു ക്രമീകരണം ഒരുക്കുവാനിടയായി. അത് നന്ദിയോടെ ഓർക്കുകയും പ്രത്യേക ഞങ്ങളുടെ സ്നേഹവും വന്ദനവും ആ കാര്യത്തിൽ നിങ്ങൾ അറിയിക്കുകയും ചെയ്യുകയാണ്. എൻ്റെ യാത്രകൾക്ക് ഇവിടെയുള്ള ദൈവമക്കൾ, വാക്കിനമുള്ള ദൈവമക്കൾ, നിരന്തരമുള്ള ആരാധനകൾക്കും എൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കും നമ്മുടെ സഭയുടെ പ്രത്യേകത നമുക്കറിയാം. അബ്ബാസിയ, സാൽമിയ, അബു ഖലീഫ ഇങ്ങനെ ചിതറിക്കിടക്കുന്ന ദൈവമക്കളാണ്. ഇവിടെയൊക്കെ എല്ലാ ദിവസങ്ങളിലും പോകേണ്ടതായിട്ട് വരും. യാതൊരു പ്രയാസവുമില്ലാതെ ആരെ വിളിച്ചാലും വളരെ ആത്മാർത്ഥമായിട്ട് ഓടി വന്ന് ഈ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് വാഹനമുള്ള എല്ലാവരും ഒരു തവണയെങ്കിലും ആ കാര്യങ്ങൾ ദൈവമക്കൾ സഹായിക്കുവാനിടയായിത്തീർന്നു. അതോർത്ത് ഞാൻ പ്രത്യേകം നന്ദി ഈ തരുണത്തിൽ അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് സഭാകാര്യത്തിൽ സഭാ കമ്മിറ്റിയുടെ സഹായം സഭാ ശുശ്രൂഷയ്ക്ക് വളരെ വിലപ്പെട്ടതാണ്. ഇപ്പോൾ നിലനിൽക്കുന്ന കമ്മിറ്റി, അതുപോലെ മുൻപ് 3 വർഷത്തെ സഭാ കമ്മിറ്റി എൻ്റെ കൂടെ നിൽക്കുവാനും ഒരു മനസ്സോടെ ഒരു കെട്ടായിട്ട് നിൽക്കുവാനും ദൈവസഭയുടെ ആത്മീയവും ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാനും എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കുവാനും കർത്താവ് സാവകാശങ്ങൾ ഒരുക്കി. പ്രത്യേകിച്ച് പ്രതിസന്ധികൾ വന്ന പല സമയങ്ങൾ, വേർപാടിൻ്റെ സമയങ്ങളൊക്കെ വന്ന സമയങ്ങളിൽ എനിക്ക് ആശ്വാസവും ധൈര്യവും നൽകി നിലനിർത്തുവാനായിട്ട് സഭാ കമ്മിറ്റിക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ അർത്ഥവത്തായ കാര്യമാണ്. നന്ദിയോടെയാണ് ഞാൻ ഈ 3 വർഷത്തെയും സഭാ കമ്മിറ്റി ഓർക്കുന്നത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ സെക്രട്ടറിയായി പ്രിയ ഫിലിപ്പ് ജോൺ ബ്രദറിന് വരുവാൻ കർത്താവ് കൃപ നൽകി. പ്രിയപ്പെട്ടവരോടും ദൈവസഭാ കമ്മിറ്റിയോടും നിലവിലുള്ള മുൻപുള്ള കമ്മിറ്റിയോടുമുള്ള ഞങ്ങളുടെ ഹൃദയംഗമായ സ്നേഹവും നന്ദിയും ഈ തരുണം അറിയിക്കുകയാണ്. 16 ഡിപ്പാർട്ട്മെൻറ്റുകൾ നമുക്കുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഞങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വളരെ അനുഗ്രഹമായിരുന്നു. പ്രത്യേകിച്ച് കൊയർ, സൺഡേ സ്കൂള്, YP, ILM, PA സിസ്റ്റം തുടങ്ങി ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി ഡിപ്പാർട്ട്മെൻറ്റുകൾ. ഈ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ നിസ്സീമമായ സഹകരണം ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരുന്നു. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ്സിനോട് കൂടെ പ്രവർത്തിക്കുന്നവരോടുള്ള വന്ദനവും സ്നേഹവും നന്ദിയും ഈ തരുണത്തിൽ അറിയിക്കുകയാണ്. ഞാൻ അതിനുശേഷം 3 ഇലക്ഷൻ നടന്നു. നിങ്ങൾക്കറിയാം, ഒരു ദൈവദാസൻ വളരെ വെല്ലുവിളി ഏറ്റെടുക്കേണ്ടുന്ന 3 കാര്യങ്ങളാണ് ആ സമയങ്ങൾ.
3 ഇലക്ഷനും വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ 6 ജനറൽ ബോഡിയും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിലാണ്. നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ ചിരിച്ചും തമാശ പറഞ്ഞും വളരെ സന്തോഷകരമായ അനുഭവങ്ങളായിരുന്നു ദൈവസഭയ്ക്കുണ്ടായിരുന്നത്. ഇലക്ഷൻ കമ്മീഷണേഴ്സായിട്ട് പ്രവർത്തിച്ച പ്രിയ സഹോദരങ്ങൾ, പ്രകാശ് ബ്രദർ, ലിൻഡു ബ്രദർ കൂടെ പ്രവർത്തിച്ച സഹോദരങ്ങൾ, അവരൊക്കെ എനിക്ക് വളരെ സപ്പോർട്ടായിരുന്നു ആ സമയങ്ങളിൽ. പ്രിയപ്പെട്ടവരോടുള്ള വന്ദനവും നന്ദിയും സ്നേഹവും ഈ തരുണത്തിൽ അറിയിക്കുകയാണ്. അങ്ങനെ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഒന്നല്ലെങ്കിൽ മറ്റ് ഒരു നിലയിൽ എല്ലാവരും സഹകരിക്കുവാനും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, നിങ്ങളുടെ സഹായങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹമാകുവാനും ഇടയായി തീർന്നിട്ടുണ്ട്. അതിലുപരി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ ഞങ്ങൾ ഒരിക്കലും മറക്കുകയില്ല. എല്ലാ മീറ്റിങ്ങുകളിലും സാധാരണ പാസ്റ്ററിനും പാസ്റ്റർ ആൻറ്റിക്കും വേണ്ടി പ്രാർത്ഥിക്കാം. പക്ഷേ അതിലുപരി ഞങ്ങൾ രണ്ടുപേരുടെയും മാതാപിതാക്കൾക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സാഹചര്യങ്ങൾ, അത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിരുന്നു. നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ ചേർത്ത് പിടിച്ചുള്ള കരുതൽ, ഞങ്ങളോട് കാണിച്ച കരുതൽ, സ്നേഹം എല്ലാം ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത ഒന്നാണ്. ഇതിനെല്ലാം കർത്താവ് പ്രതിഫലം നൽകി ദൈവസഭയെ ആദരിക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വളരെ സുരക്ഷിതത്വം അനുഭവിക്കുന്ന ദിനങ്ങളായിരുന്നു ഈ 3 വർഷം. എനിക്ക് ആരൊക്കെയോ ഉണ്ട് എന്നുള്ള ആ വലിയൊരു തോന്നൽ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയായിട്ടുണ്ട്. ഒരു സമയം പോലും ഒറ്റപ്പെടലുകൾ ഉണ്ടാകുവാനായിട്ടിടയായിട്ടില്ല. 4 വശത്തും ചേർത്ത് പിടിക്കുവാനായിട്ട് ഒരുപാട് പേര് എൻ്റെ ഒപ്പം ഉണ്ടായതായിട്ട് എനിക്ക് അനുഭവിക്കാനായിട്ട് കഴിഞ്ഞു. അതൊക്കെ ഞാൻ ഓർക്കുകയും പ്രത്യേകം ദൈവത്തിൻ്റെ മുഖത്ത് അർപ്പിക്കുകയും ചെയ്യുകയാണ്. ഈ 3 കാലത്തെ ശുശ്രൂഷ സമയത്ത് വളരെ വേദനാജനകമാകുന്ന അനുഭവങ്ങൾ ഉണ്ടായി. ജേക്കബ് ചാൻ്റെ വേർപാട്, പൃഥ്വിൻ്റെ വേർപാട്, അതുപോലെ സാക്ഷാൻ്റെ വേർപാട് ഞങ്ങളെ മാനസികമായിട്ട് വളരെ തകർത്ത നിമിഷങ്ങളായിരുന്നു. വളരെ വേദനാജനകമാകുന്ന അനുഭവങ്ങളായിരുന്നു. ആ സമയങ്ങളൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ കൃപയും ധാരാളം കർത്താവ് പകർന്ന് നിലനിർത്തുവാനായിട്ട് കർത്താവ് സഹായിച്ചു. കുടുംബങ്ങളുടെ വേദനകൾ സ്വന്തം വേദനയായിട്ട് ഉൾക്കൊള്ളുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെയുള്ള അവസരങ്ങൾ കർത്താവ് നൽകി. പ്രിയപ്പെട്ടവരെ കർത്താവ് നിർത്തിയത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. വീണ്ടും പ്രത്യാശയോടെ കർത്താവ് പ്രിയപ്പെട്ടവരെ നിർത്തട്ടെ എന്ന് ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് വളരെ ആഴത്തിൽ ഞങ്ങളെ സ്നേഹിച്ചു. തുടർന്ന് വരുന്ന ദൈവദാസനെ നിങ്ങൾ അങ്ങനെ തന്നെ സ്നേഹിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആഴത്തിൽ കർത്താവിൻ്റെ ദാസനെ സ്നേഹിക്കുകയും കരുതുകയും കൂടെ നിർത്തുകയും ദൈവസഭയുടെ ആത്മീക പുരോഗതിക്ക് വേണ്ടി ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുവാൻ ദൈവസ്നേഹത്തിലെ കർത്താവിൻ്റെ ദാസൻ നിലയിൽ ഞാനൊരു പ്രബോധന വാക്കായിട്ട് പ്രസ്താവിക്കുകയും ചെയ്യുകയാണ്. എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും മാറാതെ കിടക്കുന്ന ഒരു വേദഭാഗം ഞാൻ വായിച്ച് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവസഭ അത് വളരെ ആത്മാർത്ഥമായി ആ വേദഭാഗം ഏറ്റെടുക്കുവാനായിട്ട് ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുകയാണ്. എബ്രായ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം നിരന്തരം എൻ്റെ ഹൃദയത്തിൽ മുഴങ്ങി കേൾക്കുന്ന ശബ്ദമാണ്. അത് ഓരോ ദൈവവൈതലിന്റെ ഹൃദയത്തിൽ നിരന്തരം മുഴങ്ങുവാനിടയായിട്ടുണ്ട്. അപ്പോൾ മാത്രമേ ജയകരമായ ഒരു ക്രിസ്ത്യ ജീവിതം നയിപ്പാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നമ്മളിൽ എന്ന് ചിന്തിക്കാം. ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. ദൈവമക്കളെ, ഈ ലോകത്തിലെ ഏതെങ്കിലും ഒരു വീടോ കാറോ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമോ അല്ല വാഗ്ദത്തം. പലപ്പോഴും ആ വാഗ്ദത്തത്തിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ നമുക്കുണ്ട്. നിശ്ചയമായി വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്, നമുക്കത് നൽകും. എന്നാൽ ആമേൻ, ശ്രേഷ്ഠമേറിയൊരു വാഗ്ദത്തം നമുക്കുണ്ട്. ആ വാഗ്ദത്തം സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തമാണ്, നിത്യജീവനാണ്. ആ നിത്യജീവൻ പ്രാപിപ്പാനായിട്ട് ദൈവസഭ ആമേൻ ഇനിയും ശക്തിയോടെ മുന്നോട്ട് ആത്മാവിന്റെ ബലത്തിൽ ഓടുവാനായിട്ട് ഓർപ്പിക്കുകയാണ്. ഒരു വാക്കുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതിന്റെ 14, 15, 16 വാക്യങ്ങളുടെ ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട്
നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകൾ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രയും നമുക്കുള്ളത്. ആ വാക്യം നമുക്കൊന്ന് ചേർന്ന് വായിക്കാൻ, ലാസ്റ്റ് വാക്യം എല്ലാവരോടും. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. ദൈവമക്കളെ, സിംഹാസനം എന്നുള്ള വാക്ക് ആണ് അവിടെ വരേണ്ടുന്നത്. പക്ഷെ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം നിമിത്തം സിംഹാസനം എന്നുള്ള ആ വാക്ക് പരിശുദ്ധാത്മാവ് മാറ്റിയിട്ട് കൃപാസനം എന്നുള്ളൊരു വാക്ക് ദൈവം നൽകിയിരിക്കുക. നമ്മൾ സിംഹാസനത്തിന്റെ മുമ്പിലല്ല ഇരിക്കുന്നത്, നമ്മൾ ദൈവത്തിന്റെ കൃപാസനത്തിന്റെ മുൻപിൽ ഇരിക്കുന്നു. ആ പദവി ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. ആ സാന്നിധ്യം അനുഭവിച്ച് നമുക്ക് കടന്നു പോകാൻ, നമ്മുടെ വേദനകളുടെ, നമ്മുടെ നഷ്ടങ്ങളുടെ, നമ്മുടെ കഷ്ടങ്ങളുടെ, വേർപാടിന്റെ പരാജയങ്ങളുടെ നടുവിൽ യേശു നമുക്ക് മഹാപുരോഹിതനായിട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ആ കൃപാസനത്തിലേക്ക് ധൈര്യമോടി ചെല്ലാനായിട്ട് നിരന്തരം ദൈവസഭയ്ക്ക് കഴിയണം. ദൈവമക്കളെ, സ്തോത്രം. അതുകൊണ്ട് ഒരു പ്രാവശ്യം ഇവിടെ പറയുന്നു, സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം നമുക്ക് എല്ലാവർക്കും ശേഷിച്ചിരിക്കുന്നു. സ്തോത്രം. ഭൗതിക വാഗ്ദത്തമല്ല, ഉന്നതമായ വാഗ്ദത്തം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് കൊണ്ട് ആ വാഗ്ദത്തം പ്രാപിപ്പാൻ നമുക്ക് എല്ലാവർക്കും കർത്താവ് സാവകാശം നൽകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ആശംസിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. കോഴിക്കോട് ഡിസ്ട്രിക്റ്റിന്റെ ചുമതലയിലാണ് കർത്താവ് എന്നെ അയക്കുന്നത്. സ്തോത്രം. 2 ദിവസം കൊണ്ട് അത് ഞാൻ വിളിച്ചു മാറ്റുമെന്നൊക്കെയായിരുന്നു എല്ലാവരും കരുതിയിരുന്നത്. പക്ഷേ ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങൾക്ക് ഒരു ഓണത്തിന്റെ സന്തോഷമായിരുന്നു. വലിയ സന്തോഷവും ആനന്ദവും ഹൃദയത്തിൽ നിറഞ്ഞ സന്തോഷമായിരുന്നു. കാരണം അത്രയും വിശാലമായ ഒരു വയലിലേക്ക് എളിവരെ കർത്താവ് അയക്കുന്നതിൽ കർത്താവിന് നന്ദി പറയാനും സന്തോഷിപ്പാനും ഇടയായിത്തീർന്നു. അവിടെ അനേകരെ കർത്താവിലേക്ക് നേടുവാൻ നിങ്ങളുടെ വളരെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾക്ക് ആവശ്യമാണ്. നിത്യമായും നിരന്തരമായും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ശുശ്രൂഷ സമയത്ത് ഞാൻ ഓർപ്പിച്ചതാണ്. ഏതെങ്കിലും വാക്കുകൾ, എൻ്റെ പ്രവൃത്തികൾ, എൻ്റെ ബോഡി ലാംഗ്വേജ്, എൻ്റെ നോട്ടം, എന്തെങ്കിലുമൊക്കെ എൻ്റെ പ്രാർത്ഥന ജീവിതത്തിൽ ശുശ്രൂഷയിലൊക്കെ നിങ്ങൾക്ക് വേദന വന്നിട്ടുണ്ടെങ്കിൽ മനഃപൂർവ്വമല്ല, സഭയ്ക്ക് വേണ്ടി ഒരപ്പൻ എന്ന ഹൃദയത്തോടു കൂടെയാണ്. നിങ്ങളെല്ലാവരും നന്നായി അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നവരായി കാണണമെന്നുള്ള ആഗ്രഹത്തോടെയാണ്. ഒരു പ്രാവശ്യം കൂടെ അങ്ങനെ ആർക്കെങ്കിലും വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കണമെന്നുള്ള ആഹ്വാനത്തോടെ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവസഭ ഉത്തരത്തോളം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. താങ്ക് യു പാസ്റ്റർ. ഷൈനി സിസ്റ്ററും എബി പാസ്റ്ററും നൽകിയ നല്ല വാക്കുകൾക്കായി, അഭിനന്ദനങ്ങൾക്കായി നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ദേവദാസൻ പറഞ്ഞ വാക്കുകൾ നമ്മൾ കൃപാസനത്തിലേക്ക് ധൈര്യത്തോടെ ചെല്ലുവാൻ ഉള്ള വാഞ്ച നമുക്കുണ്ടാകട്ടെ. ദൈവത്തോട് കൊണ്ടെടുക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദേവദാസൻ ആരെങ്കിലും പ്രയാസപ്പെടുത്തിയെങ്കിൽ ക്ഷമ ചോദിച്ച പോലെ ഞങ്ങൾ പലരാണ്. ഞങ്ങളുടെ സഹോദരന്മാർ കുഞ്ഞുങ്ങളെല്ലാം പല സ്ഥലത്തു നിന്ന് വന്നവരാണ്. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും വേദനിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഏറെയാണ്. ഞങ്ങളും സമയമായിട്ട് അതിനെ ക്ഷമ ചോദിക്കുന്നു. തീർച്ചയായിട്ടും ദേവദാസനെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ സഭയെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നമുക്ക് ഒരുമിച്ച് എഴുന്നേറ്റ് ഒരു ഫെയർവെൽ സോങ് പാടാം. നമ്മളെ ലീഡ് ചെയ്യും. ആ സമയത്ത് നമുക്ക് ഒരുമിച്ച് എഴുന്നേറ്റ് ഫെയർവെൽ സോങ്. Amen.
താങ്ക്സ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ അവസാനത്തിലേക്ക് വരികയാണ്. വോട്ട് ഓഫ് താങ്ക്സിനായിട്ട് ബ്രദർ മനോജ് മാത്യൂസ് നേഷൻ. ദൈവനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന പ്രിയ ഫിലിപ്പർ, നമ്മുടെ ഇന്നത്തെ യോഗത്തിലെ ചീഫ് ഗസ്റ്റായിട്ടിരിക്കുന്ന നമ്മുടെ പാസ്റ്ററും കുടുംബവും, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നതിനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. എന്നിൽ നിഷിദ്ധമായിരിക്കുന്ന കർത്തവ്യം വോട്ട് ഓഫ് താങ്ക്സ് ആണെങ്കിൽ അതിന് മുൻപ് 1-2 വാചകങ്ങൾ ദേവദാസനെ പറ്റി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയ പാസ്റ്ററെ ആദ്യമായിട്ട് കാണുന്നത് 2000 ഫെബ്രുവരി മാസം ആദ്യമായിട്ട് നമ്മളിവിടെ സെലക്ട് ചെയ്ത് ദേവദാസിൻ്റെ വിസ ഇവിടെ ലഭിച്ച് വിസ കൊടുക്കാനായിട്ട് കല്ലട ചർച്ചിലേക്ക് കടന്നു പോകുമ്പോഴാണ് ആദ്യമേ പ്രിയ പാസ്റ്ററെയും ഷൈൻ സിസ്റ്ററെയും മകനെയും കാണുന്നത്. അവരുടെ സ്നേഹ സൽക്കാരങ്ങളൊക്കെ ഏറ്റവും വിസ കൈമാറി ഞാൻ പോന്നു. മാർച്ച് മാസത്തിൽ പാൻഡമിക് സിറ്റുവേഷനിൽ ഇവിടെ ലോക്ക്ഡൗൺ ആകുവാനും ദേവദാസിന് ഇങ്ങോട്ടുള്ള വരവും മുടങ്ങിപ്പോവുകയും ചെയ്ത അന്ന് മുതൽ എൻ്റെ ഹൃദയത്തിൽ വലിയ ഭാരമായിരുന്നു. ഞാൻ കൊണ്ട് കൊടുത്തിട്ടാണോ എനിക്ക് സംഭവിച്ചത്? ഞാൻ പലപ്പോഴും പറയും, എൻ്റെ കാലം കൊണ്ട് കൊടുത്തുകൊണ്ടാണോ ഇത് സംഭവിച്ചതെന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കും. ഞാൻ നിങ്ങളോട് സത്യം പറഞ്ഞാൽ 2023 ഏപ്രിൽ മാസം ദേവദാസിനോട് വന്നതിന് ശേഷമാണ് ആ ഭാരം എൻ്റെ മനസ്സിൽ നിന്ന് മാറിയത്. അന്ന് ഈ ദേശത്തേക്ക് കടന്നു വന്നു. ആദ്യത്തെ ശുശ്രൂഷയിൽ തൻ്റെ ദാസൻ പറഞ്ഞ പ്രസംഗ വിഷയത്തിലൊന്നായിരുന്നത് ഞാൻ നിങ്ങൾക്ക് ആത്മീയ പിതാവായിട്ട് നിങ്ങളുടെ മധ്യത്തിലുണ്ടെന്നാണ്. അതൊക്കെ വളരെ കറക്റ്റായിട്ട് എനിക്ക് മുമ്പ് സംസാരിച്ചവരെല്ലാം അതിനെപ്പറ്റി പറഞ്ഞു. ഒരു പിതാവ് തൻ്റെ മക്കൾക്ക് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന മാതിരി നമ്മുടെ സന്തോഷത്തിലും നമ്മുടെ ദുഃഖത്തിലും 3 ദുഃഖങ്ങൾ നമ്മുടെ മധ്യത്തിലൂടെ ഞാൻ എടുത്തു പറയുന്നില്ല. അവർക്ക് ഒരു പിതാവ് എങ്ങനെ കൈത്താങ്ങൽ ചെയ്യണം, ആ പിതാവിൻ്റെയും മാതാവിൻ്റെയും സ്ഥാനത്ത് ഇരുന്ന് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാൻ ദേവദാസനെ ദൈവം ബലപ്പെടുത്തി പറയുകയല്ല, പ്രവൃത്തിയിലൂടെ നമ്മൾ തെളിയിച്ചു തന്ന ദേവദാസനെയും കുടുംബത്തെ ഈ തരുണത്തിൽ സ്മരിക്കുകയാണ്. അതിനുശേഷം ഈ പറഞ്ഞ പോലെ നമ്മളിലുള്ള തെറ്റുകൾ കുറ്റങ്ങളെ ശാസിക്കുകയും നമ്മളെ സ്നേഹിക്കേണ്ടത് സ്നേഹിക്കുകയും ചെയ്തു. ഒരു പിതാവ് എങ്ങനെ ചെയ്യണോ അത് തന്നെയാണ് തൻ്റെ ദാസൻ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ മധ്യത്തിൽ ചെയ്തത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ നമ്മുടെ മധ്യത്തിൽ സംസാരിച്ചു. അതൊക്കെ നമുക്ക് അനുഗ്രഹത്തിനും വിടുതലിനും കാരണമാണ്. നല്ല വായനാശീലമുള്ള ദേവദാസനാണ്. ഈ പരന്ന വായനയുള്ളവർ പല പ്രസംഗങ്ങളിലും വളരെ നമ്മുടെ സംസാര ഭാഷയിൽ ഉപരിയായിട്ട് അച്ചട ഭാഷയും നല്ല വാക്കുകൾ, ചിലപ്പോഴും പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നല്ല വാക്കുകൾ കേൾക്കുമ്പോൾ അതിൻ്റെ അർത്ഥം തപ്പി ഈ പ്രസംഗത്തിൽ എൻ്റെ മനസ്സ് പലപ്പോഴും മാറാറുണ്ട്. അതിന് ഉദാഹരണം പറഞ്ഞ് സമയം കളയുന്നില്ല. നല്ല ഭാഷകൾ, നല്ല പല കഥകൾ, സാമൂഹ്യപ്രതിഷ്ഠകൾ പറഞ്ഞ മാതിരി അനവധി നല്ല എഴുത്തുകാരുടെ കാര്യങ്ങളെ അനവധി സംഭവങ്ങൾ നമ്മുടെ മധ്യത്തിൽ വിവരിച്ചു. എല്ലാത്തിനും നന്ദി പറയുന്നത് ഞാൻ എൻ്റെ കർത്തവ്യത്തിലോട്ട് കിടക്കുകയാണ്. ആദ്യമായിട്ട് നന്ദി പറയേണ്ടത് സർവശക്തനായ ദൈവത്തിനാണ്. ഇത്രമേൽ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള സിറ്റുവേഷൻ നമ്മുടെ മധ്യത്തിലുള്ളപ്പോൾ ഇത്രയും പേർക്ക് നമുക്ക് ഒന്നിച്ചിവിടെ വന്ന് കൂടുവാൻ സർവശക്തനായ ദൈവം നമുക്ക് കൃപ നൽകി. ആദ്യമേ സർവശക്തിയും മാനവും മഹത്വം എല്ലാം നമ്മുടെ ദൈവത്തിന് നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ നന്ദി ദൈവത്തിന് അറിയിക്കുന്നു. അതിന് രണ്ടാമതായിട്ട് ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ഫിലിപ്പ് ജോൺ ബ്രദറിനോടുള്ള നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചീഫ് ഗസ്റ്റായിരിക്കുന്ന നമ്മുടെ ദേവദാസനും കുടുംബത്തിനും കഴിഞ്ഞ 3 വർഷക്കാലം നമ്മുടെ മധ്യത്തിൽ പ്രവർത്തിച്ച നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ നല്ല കാര്യങ്ങൾക്കും നന്ദി അറിയിക്കുന്നു. കുടുംബത്തിന് ധാരാളമായിട്ട് നന്ദിയും സ്നേഹവും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ അറിയിക്കുന്നു. പിന്നീട് നമ്മുടെ ഈ ചർച്ചിലെ 16 ഡിപ്പാർട്ട്മെൻറ്റുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ആ 16 ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡുകൾ, അതിലുപരി ചർച്ച് കമ്മിറ്റി, ചർച്ച് സെക്രട്ടറി, ചർച്ച് കമ്മിറ്റിയിലെ ഓരോ വ്യക്തികൾ, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെ വ്യക്തികൾ കഠിനമായ പ്രയത്നത്തിൻ്റെ ഫലമാണ് നമുക്ക് ഇത്ര മനോഹരമായിട്ട് ഈ മീറ്റിംഗ് ഇവിടെ കൂടുവാൻ സാധിച്ചത്. എല്ലാ 16 ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഹെഡുകളോടുള്ള നന്ദി അറിയിക്കുന്നു. 1-2 വാക്കുകൾ എടുത്ത് പറയുന്നത് നമ്മുടെ കൊയർ വളരെ മനോഹരമായിട്ടുള്ള പാട്ടുകൾ പാടിയ കൊയറിനുള്ള നന്ദി, തന്നെ കീബോർഡ് വായിച്ചവർ അവരോടുള്ള നന്ദി, എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. അതിലുപരിയായിട്ട് ഈ മൈക്ക് സിസ്റ്റം പ്രിപ്പയർ ചെയ്യാനായിട്ട് പ്രിയ സജി ബ്രദർ, പ്രിയ സാബു ബ്രദർ, പ്രിയ അജി ബ്രദർ, പ്രിയ റോയ് ബ്രദർ, പ്രിയ
ബിജുബാർ, അതിനോടൊപ്പം കമ്മിറ്റിയിലില്ലാത്തതുമായിട്ടുള്ള പല സഹോദരങ്ങളെ കഴിഞ്ഞ 3 ദിവസത്തെ വളരെ കഠിനമായിട്ടുള്ള പ്രവർത്തനമാണ് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അവരോടുള്ള നന്ദി അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും നിങ്ങളുടെ സാന്നിധ്യമില്ലായെങ്കിൽ ഈ മീറ്റിങ്ങുകൾ വളരെ ശൂന്യമായി പോയതിനും ഈ ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ മടി കൂടാതെ കടന്നു വന്ന ദേവദാസന് യാത്രയപ്പൻ കടന്നു എല്ലാ വ്യക്തികൾക്കും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞു എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മീറ്റിങ്ങിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. 1-2 അനൗൺസ്മെൻറ്റ് പറയട്ടെ. നമ്മുടെ മീറ്റിങ്ങിന് ശേഷം ഇവിടെ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സാവകാശത്തിൽ എല്ലാവരും ഫുഡ് കഴിച്ചിട്ടേ പോകാവൂ, ആരും പുറത്തു പോകല്ലേ. അതുപോലെ നമ്മുടെ പുറത്ത് പോകുമ്പോൾ അതാത് ഏരിയയിലെ ട്രാൻസ്പോർട്ട് കോർഡിനേറ്റേഴ്സ് വിളിക്കാതെ ആരും പുറത്തു പോകല്ലേ, പുറത്ത് ക്രൗഡ് ഉണ്ടാകല്ലേ എന്ന് പ്രത്യേകം അപേക്ഷിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങളുള്ള പേരൻസും കുഞ്ഞുങ്ങളെ ഇവിടെ തന്നെ നിർത്തണം. പുറത്ത് അത്ര നല്ല സിറ്റുവേഷൻ അല്ല, അപ്പം നമുക്ക് അവിടെ ക്രൗഡ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ പുറത്ത് നിൽക്കുന്നു. അതുകൊണ്ട് ആരും ക്രൗഡ് ചെയ്ത് പുറത്ത് പോകില്ല. കുഞ്ഞുങ്ങളെ പേരൻസ് കെയർ ചെയ്യണം. അവരെ പുറത്തോട്ട് നിങ്ങൾ പോകുമ്പോൾ മാത്രമേ നിങ്ങൾ അവരെ കൊണ്ടുപോകാവൂ. എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് അതാത് ഏരിയയിലുള്ളവർ പോകണം. പിന്നെ ഫാമിലിയായിട്ട് വന്നവർക്ക് ഒരുമിച്ച് പോകണം എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിക്കുന്നു. നമുക്ക് എല്ലാം ഭംഗിയായിട്ട് തിരടി ഇത്രത്തോളം ദൈവം നമ്മെ സഹായിച്ചു. വീണ്ടും ദൈവം നമ്മെ അനുഗ്രഹിക്കും. നമുക്ക് ലാസ്റ്റ് പ്രോഗ്രാമിലേക്ക് കയറുകയാണ്. നമുക്ക് ഒരുമിച്ച് ദേവദാസിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നമുക്ക് വേണ്ടി വളരെ പ്രാർത്ഥിച്ച ദേവദാസിനെ പ്രാർത്ഥിച്ചയക്കുന്ന ആ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം. ആ സമയത്ത് അനീഷ് ബ്രദർ മുന്നോട്ട് വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ദേവദാസിന് ആശീർവാദം പറഞ്ഞ് നമുക്ക് ഞാനൊരു വാക്ക് വിട്ടുപോയി. ബയോഗ്രഫി വളരെ മനോഹരമായിട്ട് ചെയ്തു. ജെയ്സന് സഹോദരൻ പ്രത്യേകം ഞാൻ നന്ദി പറയുന്നു. കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, നല്ലതും വിലയേറിയതുമായ സമയത്തിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് എത്ര നല്ലവൻ, അങ്ങ് എത്ര വിശ്വസ്തൻ. വാക്ക് പറഞ്ഞാൽ മാറാത്തവനായി ഞങ്ങളോട് കൂടെയുള്ള അവിടുത്തെ വഴികൾക്കായി സ്തോത്രം. വിശേഷാൽ എളിവരെ ശുശ്രൂഷിക്കുവാൻ അങ്ങ് നിയോഗിച്ചാക്കിയ അങ്ങയുടെ ദാസനും കുടുംബവും അവരെ ഏൽപ്പിച്ച ശുശ്രൂഷ വളരെ ഭംഗിയായി പൂർത്തീകരിച്ച് നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന ഈ സമയത്ത് കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് അങ്ങയുടെ ദാസനെയും കുടുംബത്തെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മാറ്റമില്ലാത്ത ശുശ്രൂഷ ഈ രാജ്യത്ത് വിശ്വസ്തയോടെ ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ അങ്ങ് അഭിഷേകം ചെയ്തു. പ്രത്യേക ഞങ്ങളുടെ സഭയുടെ സന്തോഷവേളയിലും ദുഃഖവേളയിലും സഭയെ മുന്നിൽ നിന്ന് നയിപ്പാൻ അങ്ങയുടെ ദാസനെ അങ്ങ് ശക്തീകരിച്ചു. അങ്ങയുടെ വചനത്തിൽ നിന്ന് ശുശ്രൂഷിപ്പാൻ അങ്ങ് വചനത്തിന്റെ വാതിലുകളെ തുറന്നു കൊടുത്തു. ഉപദേശിപ്പാൻ അങ്ങ് സാമർഥ്യം നൽകി. കർത്താവെ, ഞങ്ങളെ പഠിപ്പിപ്പാൻ അങ്ങ് വിവേകവും ജ്ഞാനവും പരിജ്ഞാനവും നൽകി അങ്ങയുടെ ദാസനെ ആദരിച്ചു. കർത്താവെ, കഴിഞ്ഞ 26-ൽ പരം വർഷം അങ്ങയുടെ മഹത്വമുള്ള വേലയിൽ ശുശ്രൂഷിച്ചതുപോലെ തന്നെ തുടർന്ന് അങ്ങയുടെ ദാസനെ അങ്ങാക്കിയിരിക്കുന്ന കർത്താവെ, കോഴിക്കോടും അതിന്റെ സമീപ പ്രദേശങ്ങളിലും വളരെ ശക്തിയോടെ വിശ്വസ്തയോടെ അങ്ങേ ശുശ്രൂഷിപ്പാൻ വീണ്ടും അങ്ങ് ബലം നൽകണമേ. ആയിരങ്ങൾ ആ ദേശത്ത് വിടുവിക്കപ്പെടട്ടെ. അങ്ങയുടെ ദാസന്റെ ശുശ്രൂഷ മൂലം പാപികൾ മാനസാന്തരപ്പെടട്ടെ, രോഗികൾ സൗഖ്യമാക്കപ്പെടട്ടെ. ശുശ്രൂഷകളെ കർത്താവ് വീണ്ടും ആദരിക്കണമേ എന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയും ഞങ്ങളെ കരുതുകയും ചെയ്ത ഞങ്ങളുടെ ദാസനെ ഞങ്ങൾ സഭയായി അത്യുന്നതനായ ത്രിയേക ദൈവത്തിന്റെ നാമത്തിൽ ഞങ്ങൾ സഭയായി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്വർഗത്തിന്റെ എല്ലാ ആത്മീയ ഭൗതിക അനുഗ്രഹങ്ങളാൽ ഞങ്ങളുടെ ദാസനെയും ഞങ്ങളുടെ ദാസിയെയും അവർക്ക് ദാനമായി നൽകിയ പൈതങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൽ അപേക്ഷിക്കുന്നു. ദൈവം ഉണ്ടായി കേൾക്കണമേ. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. ആസ്വാദത്തോടെ നമുക്ക് കടന്നു പോകാം. ത്രിയേക ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യവും പ്രാർത്ഥിച്ച വിഷയങ്ങളോടും മീറ്റിംഗ് സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ദൈവസഭയോടും ഗുരുതര സകല വിശുദ്ധന്മാരോടും കൂടെ എന്നേക്കും നിരന്തരം ഉണ്ടായിരിക്കുമാറാകട്ടെ. സന്തോഷത്തോടെ നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് സഹായിക്കട്ടെ. പേര് പറഞ്ഞ് നന്ദി പറയേണ്ടത് ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ അതിനുള്ള സമയം ഇല്ലാത്തത് കൊണ്ട് പേര് പറയുന്നില്ല. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തിന്, കരുതലിന്, വാഹനം നൽകിയതിന്, ആഹാരം നൽകിയതിന്, നന്മകൾ നൽകിയതിന്